Welcome, dear students. We can continue our discussion regarding few problems. ഇതിൽ JEE Main ചോദിച്ചിട്ടുള്ള തന്നെ ചോദ്യങ്ങളാണ്. JEE Mainൻ്റെ പരീക്ഷകൾ വരുമ്പോൾ സർക്കിൾസിൻ്റെ പ്രീവിയസ് ഇയർ ചോദ്യങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ കാറ്റഗറൈസ് ചെയ്യുമ്പോൾ എപ്പോഴും ഒരു 50-60% ചോദ്യങ്ങൾ എളുപ്പവും 10-30% വെരി ഡിഫിക്കൽട്ടി ആയിട്ടുള്ളതുണ്ടാവും, ലെങ്തി ആയിട്ടുള്ളതുണ്ടാവും. ഇത് മിക്സ് ചെയ്തിട്ടാണ് എക്സാമിനേഷൻ വരുന്നത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് എല്ലാ യൂണിറ്റുകളുടെയും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന നമ്മളോട് പറഞ്ഞിരിക്കുന്ന സിലബസിൽ എല്ലാത്തിലെയും സിമ്പിളായിട്ടുള്ള ചോദ്യങ്ങൾ മുഴുവൻ പഠിക്കുക. കാരണം വെച്ചാൽ 10-12 സെക്ഷൻസായിട്ട് നടക്കുമ്പോൾ എല്ലാത്തിൻ്റെ അകത്തും മിക്സ് ചെയ്തിട്ടേ വരികയുള്ളൂ. ചിലതിൽ ഡിഫിക്കൽട്ടി ഉണ്ടാവും, ചിലതിൽ എളുപ്പമുണ്ടാകും. എന്നാലും ശരി, എല്ലാ ക്വസ്റ്റ്യനും അകത്തും കുറേ റീജിയൻ എളുപ്പമുള്ളവയുണ്ട്. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് സ്റ്റഡിയിൽ എടുക്കുമ്പോൾ ബേസിക്കലി എളുപ്പമുള്ളതെല്ലാം ചെയ്ത് സ്വീകരിച്ച് പഠിക്കുക. ഓക്കെ, സോ വി ക്യാൻ സ്റ്റാർട്ട് അവർ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. JEE Main 2014 വളരെ വെരി ഓൾഡ് ആയിട്ടുള്ള, അതായത് നമുക്ക് ഓർക്കേണ്ടത് വളരെ പഴയുള്ള ചോദ്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്ത് ശീലിക്കണം. കാരണം ഓരോ വർഷം വരുമ്പോഴും പഴയ ചോദ്യങ്ങളെ അവർ ഫോർമാറ്റ് ചെയ്ത് മാറ്റിയിട്ട് ചില ഐഡിയാസ് എടുത്ത് വെക്കുന്ന ചോദ്യമാണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ, ഐ ഷാൽ റീഡ് ദ ക്വസ്റ്റ്യൻ. ലെറ്റ് C ബി ദ സർക്കിൾ വിത്ത് സെൻറ്റർ 1-1 ആൻഡ് റേഡിയസ് ഓൾസോ 1. എന്താ ഈ സെൻറ്റർ 1-1 റേഡിയസ് 1-1 എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്നൊരു വ്യത്യാസം? ഈ സർക്കിള് സെൻറ്ററും റേഡിയസും സെയിം ആയി കഴിഞ്ഞാൽ യു ക്യാൻ സി they are touching with the x and y axis. Because center is 1-1 and radius is 1, we can see this is the point inside them. ഇങ്ങനെ എടുക്കുന്ന ഈ രണ്ട് ഡിസ്റ്റൻസും 1 and 1 ആണ്. ഇതാണ് കാര്യം. ഇനി T be a circle centered at 0, y passing through origin, touching the circle C externally, then what's the radius? ഒന്ന് വായിച്ച് ഇച്ചിരി ബുദ്ധിമുട്ടായിട്ടൊക്കെ തോന്നും. പക്ഷേ ഒന്ന് ക്ലിയർ ആയിട്ട് നിങ്ങൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ സർക്കിളിൽ ഇങ്ങനെ ഇവിടെ ഉണ്ടോ എക്സ്റ്റേണലി ടച്ച് ചെയ്തിട്ട് ഈ ഒറിജിനിൽ കൂടെ പോയ സർക്കിളായിട്ട് വേണം കാണാൻ. അതിൻ്റെ സെൻറ്റർ പറഞ്ഞിരിക്കുന്നു. ആദ്യത്തെ സെൻറ്റർ C1 ആണ്, റേഡിയസും 1 ആണ്. രണ്ടാമത്തതിൻ്റെ സെൻറ്റർ C2 അവർ പറയുന്നത് 0, y ആണ്. ഒറിജിനിൽ കൂടെ പോയി എന്ന് പറഞ്ഞാൽ ഉണ്ടോ ഇത് ഈ റേഡിയസ് അതിൻ്റെ R2y ആയിട്ട് നിൽക്കും. ഇത് രണ്ടും നിങ്ങൾക്ക് കിട്ടിയോ എന്ന് മാത്രം അറിഞ്ഞാൽ മതി. ഇനി നമ്മൾ പറഞ്ഞല്ലോ ഇങ്ങനെ രണ്ട് സർക്കിള് എക്സ്റ്റേണലി ടച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ കിടക്കുന്ന റേഡിയസ് R1ഉം R2ഉം കൂടി കൂട്ടുന്നത് C1 C2ന് ഈക്വലാണ്. ഈ ഒരു കണ്ടീഷൻ കൂടി ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആൻസറിലോട്ട് കിട്ടും. ഇതാണ് വരുന്നത്. സോ യു ക്യാൻ സി ദിസ് C1 C2 ഈ ഇക്വേഷൻ R1/R2 ഇതേണ്ട ഇങ്ങനെയാണ്. സോ ദിസ് ഇംപ്ലൈസ് ദാറ്റ് C1 C2 ഈസ് ഈക്വൽ ടു R1 + R2. ദിസ് ഇസ് ദ കണ്ടീഷൻ ഫോർ ദ പ്രോബ്ലം. Because the circle touch externally, we can see this condition. Now, what about that C1 C2? ഇനി ഇവിടെ നിന്നാണ് നിങ്ങളിത് യൂസ് ചെയ്യേണ്ടത്. C1 C2 നമ്മൾ എടുക്കുമ്പോൾ C1 C2 is equal to 1 - 0 the whole square plus 1 - y the whole square. അതിൻ്റെ റൂട്ടാണ്. This is C1. And R1 + R2, that we can see 1 + y. So you want to find the radius of the second circle, means you want to find the value for y using this equation. ഇപ്പോൾ ഇത്രയും മാത്രമേ അതിൻ്റെ കണ്ടീഷൻസ് ഉള്ളൂ. നമ്മളിത് ചോദ്യം വായിക്കുമ്പം നമ്മളൊന്ന് കൺഫ്യൂസ്ഡ് ആയി പോകും. C ബി ദ സെൻറ്റർ 1-1 ആ കോൺസെപ്റ്റ്, അതായത് റേഡിയസ് ഒരുപോലെ വന്നു കഴിഞ്ഞാൽ ഇത് രണ്ട് ആക്സിനും ടച്ച് ചെയ്യുന്നതാണ്. എന്നിട്ട് ഇവിടെ സെൻറ്റർ ആക്കിക്കൊണ്ടുള്ള സർക്കിൾ എക്സ്റ്റേണൽ ടച്ച് ചെയ്യുമ്പോൾ ഇതിങ്ങനെ വരുന്നു എന്നുള്ള ഫീൽ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുക. 2014 ചോദിച്ച ചോദ്യമാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ പറഞ്ഞതനുസരിച്ച് ഈ C1 C2ൻ്റെ കണ്ടീഷൻ R1 + R2 എന്നുള്ള ഇക്വേഷൻ യൂസ് ചെയ്യണം. അതിൻ്റെ അകത്ത് C1 C2 കാണാൻ ഡിസ്റ്റൻസ് ഫോമുലയാണ്. ഇത് രണ്ടിനും ഡിസ്റ്റൻസ് ഫോമുലയാണ് ഞാൻ ഉപയോഗിച്ചത്. R1 + R2 എന്നുള്ളതാണ്. ഇനി ആൾജിബ്രൈക് കാൽക്കുലേഷനാണ്. എന്താണ് ആൾജിബ്രൈക് കാൽക്കുലേഷൻ? സ്ക്വയർ ചെയ്യുക. അപ്പോൾ 1 + 1 - 2y + y² is equal to 1 + y the whole square എന്നാണ് വരിക. I just take the square of this root sign, then this become 1 + y the whole square.
കണ്ടോ? ഇവിടെ എസ് ബൈ നെയിം ഇങ്ങനെയാണ് കിട്ടുന്നത്. സോ വി ക്യാൻ സി ഇറ്റ് ഇസ് ഈക്വൽ ടു മൈനസ് 2y പ്ലസ് വൈ സ്ക്വയർ ഇസ് ഈക്വൽ റൈറ്റ് സൈഡ് 1 പ്ലസ് 2y പ്ലസ് വൈ സ്ക്വയർ ആണ്. സോ വൈ സ്ക്വയർ ക്യാൻസൽ ചെയ്ത് പോവും. ഇവിടെ 1 കിട്ടും. 2y റൈറ്റ് സൈഡിലോട്ട് എടുത്താൽ 4y എന്നാവുകയും ചെയ്യും. ദിസ് ഇംപ്ലൈസ് ദാറ്റ് y ഈസ് ഈക്വൽ ടു 1/4. y 1/4 ആകുമ്പോൾ സംഭവിച്ചത് ഇതുണ്ടോ, ഈ 0,1/4 എന്നുള്ള ഒരു പോയിൻ്റാണ്. ഇത് ഒറിജിനിൽ കൂടെ പോകുമ്പം ഈ ലെങ്ത് അതിൻ്റെ റേഡിയസാണ്. സോ y ഇസ് ദ റേഡിയസ്. സോ ദ റേഡിയസ് ഓഫ് ദ സെക്കൻഡ് സർക്കിൾ എന്ന് പറയുന്നത് 1/4 ആണ്. ഈ റിക്വയർമെൻറ്റ് ഇസ് വാട്ട് ഇസ് ദ റേഡിയസ് എന്നാണ്. ചിലപ്പോൾ ഡയമീറ്റർ വെച്ചാൽ 1/2 ആയിട്ട് മാറും. അതൊന്ന് ശ്രദ്ധിച്ചാൽ റേഡിയസ് ആണോ ഡയമീറ്റർ ആണോ എന്നുള്ളത്. സോ ഹിയർ ദ റേഡിയസ് ഓഫ് ടി ഈസ് റിക്വയർഡ്, ദാറ്റ് ഇസ് 1/4 ആൻഡ് ദ ഓപ്ഷൻ ഇസ് ഹിയർ. ഇങ്ങനെയാണ് അതുള്ളത്. സോ ദാറ്റ്സ് ആക്ച്വലി എ വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. വി ക്യാൻ റെഫർ ദിസ്. ഉണ്ടോ, ഈ ഫിഗർ വരയ്ക്കാൻ പറ്റണം, അതിൻ്റെ കണ്ടീഷൻ കൂടി എടുക്കണം. നമ്മുടെ ചോദ്യങ്ങളൊക്കെ ഇങ്ങനെ നമ്മൾ പഠിച്ച സർക്കിളിൻ്റെ ഇക്വേഷൻ്റെ ആ കണ്ടീഷനും അതിന് വേണ്ട കണ്ടീഷൻ, ഇത് രണ്ടും കൂടി ആണ് തരിക. അവർ ചില ഡേറ്റാസ് ഒക്കെ തരിക. അത് പ്രോപ്പറായിട്ട് നിങ്ങൾ ഫിഗറിങ്ങിലൊക്കെ ചെയ്തതിന് ശേഷം അത് വേണ്ട ഐഡിയയും കൂടി ചേർത്താൽ യു ക്യാൻ ഈസിലി കാൽക്കുലേറ്റ് ഇറ്റ്. ഇതാണ് JEE Main ചോദ്യത്തിൻ്റെ ഒരു സ്റ്റാറ്റസ്. നൗ ഐ കം ടു ദ നെക്സ്റ്റ് പ്രോബ്ലം. The number of common tangents to the circles x square plus y square minus 4x minus 6y minus 12 equals 0 and x square plus y square plus 6x plus 18y plus 26 equals 0. JEE Main 2018 ചോദ്യമാണ്. ഇത് പുതിയ സാഹചര്യം അനുസരിച്ച് അവരൊരിക്കലും കോമൺ ടാൻജൻ എന്നുള്ള വേർഡ് പറയാതെ നമ്പർ ഓഫ് കോമൺ പോയിൻറ്റ്സ് എന്ന് ചോദിക്കാം. നമ്പർ ഓഫ് കോമൺ പോയിൻറ്റ്സ് ചോദിക്കുമ്പം ഒറ്റ പോയിൻ്റ് കോമൺ ആകാം, ഇൻ്റർസെക്റ്റിംഗ് പോയിൻറ്റ്സ് ഉണ്ടാകാം, ഇൻ്റർസെക്റ്റ് ചെയ്യാത്തവയുണ്ടാകും. ഇങ്ങനെ പല രീതിയിലാണ് സംഭവിച്ചേക്കാവുന്നത്. ഇതിനെല്ലാം നമ്മൾ ലാസ്റ്റ് ഡിസ്കസ് ചെയ്ത കണ്ടീഷൻസാണ് ഉപയോഗിക്കേണ്ടത്. C1 C2ഉം R1ഉം R2ഉം സെപ്പറേറ്റഡ് ആയിട്ട് കണ്ടിട്ട് സമ്മ് ഡിഫറൻസ് ഒക്കെ നോക്കിയിട്ടാണ് ഇത് ഇൻ്റർസെക്റ്റ് ചെയ്യുന്നുണ്ടോ, ടച്ച് എക്സ്റ്റേണലി ആണോ ഇൻറ്റേർണലി ആണോ എന്നൊക്കെ തീരുമാനിക്കേണ്ടത്. അതുകൊണ്ട് ഇത് നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. ഈ ചോദ്യം നമുക്ക് കോമൺ ടാൻ എന്നുള്ള പേരിൽ നിങ്ങൾ ഒഴിവാക്കേണ്ട. ഇത് നമുക്ക് അതിൻ്റെ ഐഡിയ പഠിച്ചു വെക്കണം. ഇപ്പോൾ ഇവിടെ നമുക്കുള്ളത് 2 സർക്കിളാണ്. ഒന്ന് ആ സർക്കിള്, അത് നമുക്ക് ഇക്വേഷൻ എഴുതുമ്പം എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മൈനസ് 4x മൈനസ് 6y മൈനസ് 12 ഈക്വൽ 0 ആണ്. ഇതിൻ്റെ സെൻറ്റർ C1 എന്ന് പറയുന്നത് 2,3യും റേഡിയസ് R എന്ന് പറയുന്നത് R1 ഇസ് ഈക്വൽ റൂട്ട് ഓഫ് 4 പ്ലസ് 9 മൈനസ് -12ഉമാണ്. സോ റൂട്ട് ഓഫ് 13 പ്ലസ് 12 5 എന്ന് കിട്ടും. 25 ആണ്, റൂട്ട് 5 ആണ്. ഇത് ഒന്നാമത്തെ സർക്കിളിൻ്റെ കാര്യമാണ്. രണ്ടാമത്തെ സർക്കിളിൻ്റെ കാര്യം നമ്മൾ നോക്കുമ്പം ഇതിവിടെയുണ്ട്. സോ ദി ഇക്വേഷൻ ഓഫ് സെക്കൻഡ് സർക്കിൾ ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് 6x പ്ലസ് 18y പ്ലസ് 26 ഈക്വൽ 0 എന്നാണ്. അത് -3 മൈനസ് 9 ആണ് സെൻറ്റർ. റേഡിയസ് കാണുമ്പോൾ റൂട്ട് ഓഫ് നമുക്ക് 9 പ്ലസ് 81 മൈനസ് 26 എന്നാണ്. ഇറ്റ് റൂട്ട് ഓഫ് 90 മൈനസ് 26 ആണ്. സോ ഇറ്റ് ഇസ് ഈക്വൽ ടു 64 ഉണ്ടാവും. അത് 8ഉമാണ്. സാധാരണ ഇതിൽ ഇങ്ങനെ ഇൻറ്റിജർ വരത്തക്ക രീതിയിലാണ് ആൻസർ കിട്ടുക. അപ്പോൾ C1 C2ഉം കിട്ടി. അതേപോലെ തന്നെ ഇത് C2 ആണ്. റേഡിയസ് 2ഉം കിട്ടി. ഇനിയിപ്പോൾ നമുക്ക് നോക്കേണ്ടത് ഈ C1 C2 R1 പ്ലസ് R2ൻ്റെ വാല്യൂ ഇപ്പോൾ ഞാൻ പറഞ്ഞു. R1 പ്ലസ് R2 നമുക്ക് 5 പ്ലസ് 8 13 ആണ്. എന്താണ് നമ്മുടെ C1 C2ൻ്റെ ഡിസ്റ്റൻസും കൂടെ നോക്കുക. C1 C2 എന്നുള്ളത് റൂട്ട് ഓഫ് നോക്കി ഒന്നിതും ഒന്നിതുമാണ്. അപ്പോൾ നമുക്ക് 2 മൈനസ് -3 ദ ഹോൾ സ്ക്വയർ പ്ലസ് 3 മൈനസ് -9 ദ ഹോൾ സ്ക്വയർ എന്നാണ്. ഇതാണ് നമ്മുടെ C1 C2ൻ്റെ ഇക്വേഷൻ. അപ്പോൾ നമുക്ക് എത്ര കിട്ടുന്നത്? 5ൻ്റെ സ്ക്വയർ 25 പ്ലസ് 12ൻ്റെ സ്ക്വയർ 144 സീൽ റൂട്ട് 169 ആണ്. അത് 13 ആണ്. ഇപ്പോൾ നോക്കിയേ C1 C2 R1 പ്ലസ് R2 ഈക്വലാണ്. ഇതാണ് ആ ക്വസ്റ്റിൻ്റെ പ്രത്യേകത. നോക്കിയേ സോ C1 C2 ഈസ് ഈക്വൽ ടു R1 പ്ലസ് R2. ഇത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചായിരുന്നു അല്ലേ. ഇങ്ങനെ വരികയാണെങ്കിൽ സർക്കിൾ എക്സ്റ്റേണലി ടച്ച് ചെയ്യും എന്നാണ്. ഇങ്ങനെയാണ്. അപ്പോൾ നമുക്ക് പുതിയ സാഹചര്യം അനുസരിച്ച് നമ്പർ ഓഫ് കോമൺ പോയിൻറ്റ്സ് ചോദിച്ചാൽ 1 ആണ്. പക്ഷേ നമ്മുടെ ഈ ചോദ്യം നമ്പർ ഓഫ് കോമൺ ടാൻജൻസ് ആണ്, നമ്പർ ഓഫ് കോമൺ പോയിൻ്റ് അല്ല. ഇങ്ങനെ വരുന്ന ഇക്വേഷനകത്ത് ഞാൻ ഇവിടെ അതിനെ എക്സ്റ്റെൻഡ് ചെയ്ത് പറയുന്നത് ഇങ്ങനെയാണ്. നമുക്ക് ഇങ്ങനെ ഒരു കോമൺ ടാൻജൻ്റ് എടുക്കാൻ പറ്റും, അതുപോലെ ഇങ്ങനെ ഒരു കോമൺ ടാൻജൻ്റ് എടുക്കാൻ പറ്റും, ഇങ്ങനെ എടുക്കാൻ പറ്റും. ഇങ്ങനെ എക്സ്റ്റേണലി ടച്ച് ചെയ്താൽ 3 കോമൺ ടാൻജൻറ്റുകളാണ്. സോ ഇവിടുത്തെ ഇതിൻ്റെ ഉത്തരം 3 ആണ്.
അപ്പോൾ നമുക്ക് ഞാൻ സൂചിപ്പിച്ചതുണ്ടല്ലോ, നമ്മൾ ഇത്തരം ഐഡിയ നിങ്ങൾ അവർ സിലബസിൽ ഔട്ടാക്കി എന്ന് കരുതി കണ്ടു പോകരുത്. ടാൻ എന്നുള്ള വേർഡ് കാണുമ്പോഴേ മാറ്റി വെച്ച് കളയരുത്. അതൊന്ന് ചെയ്ത് നോക്കിയേക്കാം. ചെറിയ എളുപ്പമുള്ള ചോദ്യമാണ്. അവർ ടെസ്റ്റ് ചെയ്തിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമായിട്ട് കാണാം. നമ്പർ ഓഫ് കോമൺ പോയിൻറ്റ്സ് വെച്ചിട്ട് ചോദിക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇഫ് വൺ ഓഫ് ദ ഡയമീറ്റർ ഓഫ് ദ സർക്കിൾ given by x square plus y square minus 4x plus 6y minus 12 equal to 0 is a chord of a circle whose center is minus 3, 2, then the radius of S. ഇതാണ് 2016 ക്വസ്റ്റ്യൻ ആണ്. ഇതൊരു സർക്കിൾ പറയുന്നുണ്ട്. അതിൻ്റെ ഏതോ ഒരു ഡയമീറ്റർ വേറൊരു സർക്കിളിൻ്റെ അതിൻ്റെ സെൻറ്ററുണ്ട്, അതിൻ്റെ കോഡായിട്ട് കിടപ്പുണ്ട്. അപ്പോൾ ഞാനിവിടെ 2 സർക്കിൾ വരയ്ക്കാം. ഒരു സർക്കിൾ നമുക്ക് ഈ പറഞ്ഞേക്കുന്നതാണ്. ഇതിൻ്റെ സെൻറ്റർ എന്ന് പറയുന്നത് നമ്മുടെ ആദ്യത്തെ സർക്കിളിൻ്റെ 2,-3 ആണ്. അപ്പോൾ ഇത് 2,-3 കൂടെ പോകുന്ന ഒരു ഡയമീറ്റർ ഞാൻ ഇങ്ങനെ വരച്ച് വെച്ചിരിക്കുക. ഈ ഡയമീറ്റർ വേറൊരു സർക്കിളുണ്ട്, ടി എന്ന് പറയുന്ന സർക്കിൾ. അതിൻ്റെ സെൻറ്റർ -3, 2 ആണ്. പക്ഷേ നമുക്ക് കോഡായിട്ട് കിടക്കുകയാണ് എന്ന് പറയുന്നത് ഇങ്ങനെ കിടക്കുന്ന ഒരു സർക്കിളാണ്. ഇതാണ് നമ്മുടെ പുതിയ സർക്കിൾ. ഇതിൻ്റെ സെൻറ്റർ ഏതാണെന്ന് വെച്ചാൽ -3,2 ആണ്. ഇത് 2,-3 ആയിരുന്നു, ഉണ്ടോ, സെൻറ്റർ ആയിരുന്നു. അപ്പോൾ ഇതിൻ്റെ സെൻറ്റർ 2,-3, ഇത് -3,2 ഇതിൻ്റെ ചോദ്യം ഇതിൻ്റെ റേഡിയസ് എത്രയാണ്? വാട്ട്സ് റേഡിയസ് ഓഫ് ഇതാണ് നമ്മുടെ എസ് എന്നുള്ള സർക്കിൾ. വാട്ട്സ് റേഡിയസ് എന്നാണ്. ഇപ്പോൾ റേഡിയസ് എടുക്കാനായിട്ട് നമുക്ക് ഈ ഒരു ഡിസ്റ്റൻസ് കണ്ടാൽ മതിയാവും. ഈ കോമൺ ആയിട്ടുള്ള പോലെ ഞാൻ അവിടെ തന്നെ വരച്ചത്. ഇതാണ് നമ്മുടെ റേഡിയസ്. അതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് ചോദിച്ചാൽ ഇത് കണ്ടോ, ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഇതിന് ഡിസ്റ്റൻസ് കൊടുക്കാം. ഈ ഡിസ്റ്റൻസ് അത് ആ പഴയ സർക്കിളിൻ്റെ റേഡിയസാണ്. അപ്പോൾ ഇവിടെ നമുക്ക് സി ആണ് കിട്ടിയതെങ്കിൽ വാട്ട്സ് റേഡിയസ് ഓഫ് ദ സർക്കിൾ? √4 + 9 - -12 ആണ്. ഉണ്ടോ, ഇതൊക്കെ ഈ -4x + 12 -12 വരുമ്പം g² + f² - c ആണ്. ഇപ്പോൾ 2 മൈനസ് കയറി വരും. ഇതൊക്കെയാണ് നമുക്ക് തെറ്റാൻ സാധ്യതയുള്ളത്. അത് നിങ്ങൾ നോക്കി ചെയ്തേക്കുക. അങ്ങനെ വരുമ്പം ദാറ്റ്സ് ഈക്വൽ ടു √13 + 12 എന്നാണ് വരുന്നത്. ദാറ്റ്സ് ഈക്വൽ ടു 5 എന്ന് കിട്ടും. അപ്പോൾ ഈ നീളം 5 ആണ്. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ഇക്വേഷൻ നോക്കുകയാണെങ്കിൽ ദിസ് ഇക്വേഷൻ വി ക്യാൻ ടെൽ us d² + 5² = r². നമുക്ക് r² ആണ്, ഈ ആറാണ് വേണ്ടത്. അപ്പം പിന്നെ എന്താ, ഈ ഡി കണ്ടുപിടിക്കണം. വളരെ എളുപ്പമല്ലേ? ഈ പറയുന്ന സെൻറ്റർ C1 എന്ന് പറയുന്നത് 2,-3 ആണ്. പഴയ C2 എന്ന് പറയുന്നത് -3,2 ആണ്. ഇപ്പം നിങ്ങളുടെ C1 C2 നമുക്ക് ഫൈൻഡ് ചെയ്യാം. അതാണ് നമ്മുടെ ഡി. അത് ഡി ആണ്. ദാറ്റ്സ് ഈക്വൽ ടു √2 -3 5ൻ്റെ സ്ക്വയർ ആണ്, പ്ലസ് -3 - 2 അതും 5ൻ്റെ സ്ക്വയറാണ്. അപ്പോൾ നമുക്ക് √50 വരും. വേണ്ട, ഇപ്പോൾ നമുക്ക് നോക്കിയാൽ എന്താ കിട്ടിയേക്കുന്നത്? ഈ ഇക്വേഷനിൽ ഡി √50. അപ്പോൾ d² എത്രയാണ്? 50 ആണ്. അത് 25 ആണ്. ഇതാണ് നമ്മുടെ r². സോ r² is 75 എന്ന് വരും. then r is equal to √75. √75 എത്രയാണ്? 25 × 3 5 √3 ആണ്. അപ്പോൾ ഈ ചോദ്യം JEE Main ചോദിച്ചതാണ്. എളുപ്പമായ ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. 5 √3 എന്നുള്ള ഒന്നാമത്തെ ആൻസറാണ് ഇവിടെ നമുക്ക് കറക്റ്റായിട്ടുള്ളത്. ഇതാ ഉണ്ടോ, ഇവിടെ നമ്മൾ ചെയ്ത വഴി ആണ് ഞാൻ പറഞ്ഞത്. തന്നിരിക്കുന്ന ഇക്വേഷൻ്റെ അകത്ത് ഇത് ഒരു സർക്കിൾ നമുക്ക് തന്നിരിക്കുന്നു. അതിൻ്റെ സെൻറ്ററും റേഡിയസും കാണുക. അതിൻ്റെ ഡയമീറ്റർ വലിയൊരു സർക്കിളിൻ്റെ കോഡായിട്ട് മാറുമ്പം അതിൻ്റെ സെൻറ്റർ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഫിഗർ വരച്ചാൽ നമുക്ക് കഴിയും. അപ്പോൾ ഇത്തരം ചോദ്യങ്ങൾ നമ്മൾ പഠിക്കുമ്പം എങ്ങനെയാണ് ഫിഗർ വരയ്ക്കേണ്ടത്, അതിൻ്റെ അകത്ത് എങ്ങനെ ഇക്വേഷൻ കണ്ടുപിടിക്കണം എന്നുള്ളത് നോക്കിയാൽ വി ക്യാൻ ഈസിലി ഫൈൻഡ് ദ ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റിന് 3 സർക്കിൾസ് ഓഫ് റേഡിയായി ABC, A ആണ് ഏറ്റവും കുറവ്, A less than B less than C, ടച്ച് ഈച്ച് അതർ എക്സ്റ്റേണലി ഇഫ് ദേ ഹാവ് x-axis as a common tangent. ഉണ്ടോ, അത് x-axisനും കൂടി കോമൺ ആയിട്ടൊരു പോയിൻ്റ് ഉണ്ടെന്നുള്ളേ ഉള്ളൂ. ദെൻ വാട്ട് അബൌട്ട് ദ റിലേഷൻ എന്നാണ്. ഇത് വളരെ ഫേമസ് ആയിട്ടുള്ളൊരു ചോദ്യം, 2019 ചോദ്യമാണ്.
അത് കിട്ടുന്നതിന് മുമ്പ് ആദ്യമേ തന്നെ നമുക്കിതിൻ്റെ ഒരു ഇക്വേഷനിൽ നിന്ന് എടുക്കാം. നോക്കണം, ഇങ്ങനെ രണ്ട് സർക്കിള് എവിടെയെങ്കിലും ഇങ്ങനെ ആക്സിസിനെ ടച്ച് ചെയ്തെന്ന് വരുന്നു. ഇങ്ങനെ വരുമ്പോൾ ഇത് ഞാൻ പറയുന്നത് സെൻറ്ററാണ്, R1 ആണ്. ഇത് രണ്ടാമത്തെ സർക്കിളിൻ്റെ സെൻറ്ററാണ്, R2 ആണ്. എക്സ്റ്റേണലി ടച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇതും R1 ആണ്, ഇതും R2 ആണ്. പിന്നെ ഡ്രോ ദിസ് ലൈൻ, ദെൻ ദിസ് ലെങ്ത് എന്ന് പറയുന്നത് R2 മൈനസ് R1 ആണ്. ഈ ദൂരത്തെ D എന്ന് ഞാൻ എടുക്കുന്നു. Look this, if a circle touches externally and that should be a common to any other line, then you can draw this two way that R2 is more. ഇതാണ്. ഇപ്പോൾ നിങ്ങൾക്കൊരു ചെറിയ ട്രയാങ്കിൾ കിട്ടുന്നുണ്ടാവും. ഇത് R1 പ്ലസ് R2 ആണ്. എനിക്ക് ഈ ചെരിഞ്ഞ് വെച്ചേക്കുന്നത് സം ഓഫ് ദ ടു റേഡിയൈ. ഇവിടെ ഡിഫറൻസ് ആണ് R2 മൈനസ് R1. ഈ കിടക്കുന്നതാണ് ഈ കോമൺ കോഡ്. ഇത് ഈ പറഞ്ഞ വാല്യൂ. ഇതിനെ വേണമെങ്കിൽ കോമൺ കോഡിൻ്റെ സെഗ്മെൻ്റായിട്ട് വേണമെങ്കിൽ പറയാം. ഉണ്ടോ, ഇതിലെ ഈ സെഗ്മെൻറ്റ് കോമൺ കോഡിൻ്റെ ഒരു പാർട്ടാണ്, വാല്യൂവാണ്. അതിനെ ഞാൻ D എന്നും വിളിച്ചു. സോ ഹൗ ടു കണക്ട് ദിസ് 3 ആസ് എ പൈതോറിയൻ ട്രയാങ്കിൾ? ഇത് വെച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ R1 പ്ലസ് R2 ദ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു R2 മൈനസ് R1 ദ ഹോൾ സ്ക്വയർ പ്ലസ് D സ്ക്വയർ ആണ്. സോ വാട്ട് ഇസ് D സ്ക്വയർ? D square is equal to R1 plus R2 the whole square minus R2 minus R1 the whole square. ഇത് A plus B the whole square minus A minus B the whole square ആണ്. സ്ക്വയർ ചെയ്യുമ്പോൾ A സ്ക്വയറും B സ്ക്വയറും പോയിട്ട് 4AB എന്നുള്ള ടേം അഥവാ 4R1 R2 എന്നുള്ള ടേം എക്സിസ്റ്റ് ചെയ്യും. ഇതാണ് D സ്ക്വയറിൻ്റെ പ്രത്യേകത. സോ വാട്ട് ഇസ് D? ടു റൂട്ട് ഓഫ് R1 R2 എന്ന് കിട്ടും. ഇനി ഇതിനെ നിങ്ങളൊന്ന് ജനറലൈസ് ചെയ്യണം. എന്താണ് ജനറലൈസ് ചെയ്യുക? ഏതെങ്കിലും രണ്ട് സർക്കിള് ഇങ്ങനെ എക്സ്റ്റേണലി ടച്ച് ചെയ്തിട്ടുണ്ട് എങ്കിൽ അതിന് റേഡിയസ് R1 ആൻഡ് R2 ആണെങ്കിൽ പ്രോഡക്റ്റ് ഓഫ് ദ റേഡിയൈ ആൻഡ് ടേക്ക് ദ റൂട്ട്. 2 റൂട്ട് R1 ആണ് ഇവ തമ്മിലുള്ള ഡിസ്റ്റൻസ്. ഞാനത് വരച്ച് കാണിക്കാം. ഇവിടെ ഏത് രണ്ട് സർക്കിൾ നോക്കിയേ, ഇങ്ങനെ ഒരു സർക്കിളും ഇങ്ങനെ സർക്കിളും കൂടി എക്സ്റ്റേണലി ടച്ച് ചെയ്യുന്നു എങ്കിൽ ഈ കോമൺ ലെങ്ത്, ഈ ഡിസ്റ്റൻസ്, ഇതിനെയാണ് D എന്ന് എടുക്കുന്നത്. ഇവിടെ ഇത് R1ഉം ഇവിടെ ഇത് R2 ആണ് എങ്കിൽ ഈ D എപ്പോഴും റൂട്ട് ടു അല്ല, ദിസ് 2 ഇൻറ്റു റൂട്ട് ഓഫ് R1 R2 ആണ്. ഇതാ ഓർത്തേക്ക്, ഇത് R2 ആണേ. ഇഫ് ഇറ്റ് ഇസ് R2 ആൻഡ് ദാറ്റ് ഷുഡ് ബി R1, ദെൻ വി ക്യാൻ സീ ദിസ് ഡിസ്റ്റൻസ് ഉണ്ടോ, രണ്ട് ടച്ച് ചെയ്യുന്ന ഈ ഡിസ്റ്റൻസ് എപ്പോഴും ട്വൈസ് ഓഫ് ദി പ്രോഡക്റ്റ് ഓഫ് R1 ആൻഡ് R2 വിത്ത് റൂട്ടാണ്. ഇവിടെയാണ് നമ്മുടെ ക്വസ്റ്റ്യനിലോട്ട് വരേണ്ടത്. വാട്ട്സ് അവർ ക്വസ്റ്റ്യൻ? 3 സർക്കിളുണ്ട്, A B C, ടച്ച് ഈച്ച് അതർ എക്സ്റ്റേണലി. 3ഉം എക്സ്റ്റേണലി ടച്ച് ചെയ്യുന്നു. പക്ഷേ 3ഉം നമ്മുടെ എക്സ് ആക്സിസിന് കോമൺ ടച്ചിങ് ആയിട്ടുള്ള ഇതാ. സോ യു പെർഫെക്റ്റ്ലി ഡ്രോ ദ നെക്സ്റ്റ് ഫിഗർ കറസ്പോണ്ട് ടു ഇറ്റ്. അത് തന്നെ ഇങ്ങനെയാണ്. നമ്മൾ ഒരു സർക്കിൾ തന്നെ ഇവിടെ വരച്ചു, അടുത്ത സർക്കിൾ തന്നെ ഇവിടെ വെച്ചു. ഇത് എക്സ്റ്റേണലി ടച്ച് ചെയ്യാണ്. എന്നിട്ട് നമ്മുടെ എക്സ് ആക്സിസ് തന്നെ ഇങ്ങനെ വരച്ചു. ഇനി അറിയേണ്ടത് ഇവിടെ ഒരു സർക്കിളും കൂടി ഉണ്ട്. കണ്ടോ, ഇത് എക്സ്റ്റേണലി ഈ രണ്ട് സർക്കിളും ടച്ച് ചെയ്തിട്ടാണ് ഇതിനെയും കൂടി ടച്ച് ചെയ്യുന്നത്. ഇപ്പോൾ 3 സർക്കിൾ ടച്ച് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് എടുക്കാവുന്ന ഡിസ്റ്റൻസ് അത് ആണ് നമുക്ക് പറയേണ്ടത്. ഇതിൽ ഏറ്റവും ചെറിയ സർക്കിൾ എന്ന് പറയുന്നത് ഏറ്റവും ചെറുത് A ആണ്. A ലെസ് ദാൻ B ലെസ് ദാൻ C. നിങ്ങൾ നോക്കിക്കേ, ഈ ഫിഗർ അനുസരിച്ച് ഈ റേഡിയസ് A ആണ്. പിന്നെ നമ്മുടെ ഫിഗർ അനുസരിച്ച് ഇത് ബിയും ദണ്ട് ഇത് സിയുമാണ്. ഞാൻ ഇങ്ങനെയാണ് എടുത്തേക്കുന്നത്. ഇറ്റ് ഈസ് A ആൻഡ് ദാറ്റ് ഇസ് B ആൻഡ് ദാറ്റ് ഇസ് C. ഇവിടെ 3 ഡിസ്റ്റൻസുകൾ ഞാൻ പറയുന്നുണ്ട്, നോക്കണം. D1 എന്ന് പറയുന്ന ഡിസ്റ്റൻസ്, D2 എന്ന് പറയുന്ന ഡിസ്റ്റൻസ്, പിന്നെ ടോട്ടലുള്ള ഡിസ്റ്റൻസ്. ഇത് 3 നമുക്ക് ഇതിനിടെ പ്രയോഗിക്കാൻ പറ്റും. നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞതനുസരിച്ച് സർക്കിള് A ആൻഡ് സർക്കിള് B, ഇത് രണ്ടും കൂടി ചേർക്കുക. ദണ്ട് ഇതിവിടെ അവിടെ കിട്ടുന്നതിനാണ് ഡിസ്റ്റൻസ് D1 എന്ന് പറയുന്നത്. D1 നമ്മുടെ റൂട്ട് അനുസരിച്ച് റൂട്ട് ഓഫ് AB ആണ്. എയും ബിയുമാണ് നമ്മുടെ സർക്കിളിൻ്റെ റേഡിയസ്. അതുകൊണ്ടാണ് റൂട്ട് AB. നമ്മൾ അവിടെ ഡിറൈവ് ചെയ്തത്, പക്ഷേ ഇവിടെ ഉപയോഗിച്ചാൽ മതി. അടുത്ത രണ്ടാമത്തത് റൂട്ട് B സർക്കിൾ C. അതായത് ഇത് രണ്ടും കൂടി ഇത് രണ്ടും കൂടി അത് വലിയ സർക്കിളാണല്ലേ. അത് നമുക്ക് എടുക്കാൻ പറ്റുകയാണെങ്കിൽ D1 + D2 എന്നാണ് അത് വരേണ്ടത്.
D1 D2 എന്ന് പറയുന്നത് ഇവിടെ തൊട്ട് ഇവിടം വരെയുള്ള ദൂരമാണ്. അത് √2 BC ആണ്, ബിയും സിയും. ഇനി ഞാൻ എടുക്കുന്നത് സർക്കിൾ സിയും സർക്കിൾ എയുമാണ്. അത് ഈ കിടക്കുന്ന D2 ആണ്. D2 is equal to നോക്കി 2√AC ആണ്. അപ്പോൾ ഇത് മൂന്നുമാണ് നമ്മുടെ ആ റേഡിയസ് ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള ഇക്വേഷൻ. ഈ ഇക്വേഷൻ നമുക്ക് എടുത്ത് വെച്ചിട്ട് ഇതിനെ കണക്ട് ചെയ്യാം. ഇത് കണക്ഷൻ ലെഫ്റ്റ് സൈഡിലുണ്ട്. എനിക്ക് D1 തേണ്ടതാണ്, D2 തേണ്ടതാണ്. അപ്പോൾ ഇത് രണ്ടെടുത്ത് ഇവിടെ റീപ്ലേസ് ചെയ്താൽ മതി. സോ വി ക്യാൻ ഇംപ്ലൈസ് ദിസ് D1ൻ്റെ വാല്യൂ 2√AB പ്ലസ് D2 2√AC ഈസിക്കൽ 2√BC എന്നാണ്. ഇതാ, അപ്പോൾ എല്ലാത്തിനും 2 കെട്ടിക്കളയാം. വി ക്യാൻ ഡിവൈഡിങ് ബൈ √ABC. √ABC ഡിവൈഡ് ചെയ്യുക. അപ്പം ആദ്യത്തിൻ്റെ അത് 1/√C ഉണ്ടാവും, പ്ലസ് രണ്ടാമത്തിൻ്റെ 1/√B ഉണ്ടാവും, മൂന്നാമത്തിൻ്റെ അത് √A ഉണ്ടാവും. സോ 1/√A ഇസ് ഈക്വൽ ടു 1/√B പ്ലസ് 1/√C എന്നാണ്. ഏറ്റവും ചെറിയ സർക്കിളിൻ്റെ റേഡിയസിൻ്റെ റൂട്ട് ഇങ്ങനെ വരും. അതിവിടെ ആ നോക്കിയെടുത്താൽ മതി. സോ യു ക്യാൻ സി √A ഒന്നാമത്തെ ഓപ്ഷനാണ് ഇവിടെ കറക്റ്റ് ആവുന്നത്. ഇതാ, ഇത് 2019 ചോദിച്ച JEE Main ചോദിച്ച ക്വസ്റ്റനാണ്. അപ്പോൾ നമ്മൾ മനസ്സിൽ പഠിക്കേണ്ടത് എക്സ്റ്റേണൽ ടച്ച് ചെയ്യുന്ന രണ്ട് സർക്കിൾ വേറെ ലൈനുമായിട്ട് കോമൺ ടച്ച് ചെയ്യുകയാണെങ്കിൽ ആ കോമൺ സെഗ്മെൻറ്റിൻ്റെ വാല്യൂ 2√R1R2 ആണ്. ഇത് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ഈ ചോദ്യം നമുക്ക് ഈസിയറായിട്ട് ചെയ്യാവുന്നതാണ്. Now question this one. If the line 3x plus 4y minus 24 equals 0 intersect the x-axis at the point A and B and y-axis at B, then incenter of the triangle OAB. ഉണ്ടോ? ഈ ട്രയാങ്കിളിൻ്റെ ഇൻസെൻറ്റർ അത് JEE Main 2020 ചോദിച്ച ചോദ്യമാണ്. അപ്പോൾ നമ്മളിങ്ങനെ ഒന്നെടുത്ത് കഴിഞ്ഞാൽ ഞാൻ ആ ലൈൻ നേരെ വരച്ച് വിട്ടേക്കുന്നുണ്ട്. ഇത് ഈ ലൈൻ്റെ ഇക്വേഷനെയാണ് 3x പ്ലസ് 4y മൈനസ് 24 = 0 എന്ന് പറയുന്നത്. ഈ ലൈനെ അതുപോലെ എക്സ് ആക്സിനും വൈ ആക്സിസിനും കൂടി, അതാണ് OAB എന്ന് പറയുന്നത്. കേട്ടോ, ഇത് O ആണ്. ഞാനിവിടെ A എന്നും B എന്നും കൊടുക്കുന്നു. ഇതിനെ മൂന്നിനും ടച്ച് ചെയ്യുന്ന സർക്കിൾ തണ്ടിത്. അതിൻ്റെ റേഡിയസ് എത്രയാണെന്നാണ് ചോദ്യം. സോ വാട്ട് അബൌട്ട് ദ റേഡിയസ് അല്ല, സെൻറ്ററാണ് ചോദ്യം. അപ്പോൾ ഇവിടെ നമ്മൾ ഇത് എടുക്കേണ്ടത്, നമ്മൾ തുടക്കത്തിലെ ചോദ്യം പറഞ്ഞാൽ രണ്ട് ആക്സിസിനെയും കൂടി ടച്ച് ചെയ്യുന്ന സർക്കിളിൻ്റെ സെൻറ്റർ R, R ആണ്. നമ്മൾ തിയറി പറഞ്ഞതാണ്. അപ്പോൾ ഇവിടുത്തെ സെൻറ്റർ ഞാൻ തൽക്കാലം C എന്ന് കൊടുക്കുന്നു. സോ ദാറ്റ് C ഈസ് R, R. ഈ R കണ്ടുപിടിച്ചാൽ മതി. ബാക്കി ഇതിലിട്ട് എടുക്കുന്ന ഡിസ്റ്റൻസ് നമുക്ക് ഇത് ആറാണ്, ഇത് ആറാണ്, ഇത് ആറാണ്. അപ്പോൾ നോക്കുക, ഈ ഒരു ഫിഗറിൻ്റെ അകത്ത് സെൻറ്റർ ആണ്. പക്ഷേ ഈ സെൻറ്ററിൽ നിന്ന് അങ്ങോട്ടുള്ള AB യിലോട്ടുള്ള ഡിസ്റ്റൻസും ആണ്. ഇതാണ് അതിൻ്റെ ക്ലൂ. അപ്പോൾ നമുക്ക് നോക്കിയേ, ഇത് ലൈൻ പറയുന്നുണ്ട്, സെൻറ്റർ ഉണ്ട്. സോ ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഫ്രം C to 3x plus 4y minus 24 = 0 is again R. ഉണ്ടോ? ഈ ദൂരമാണ്. ഈ ഐഡിയ മതി നമുക്ക് ആറിൻ്റെ വാല്യൂ കാണാൻ. ആ R കിട്ടിക്കഴിഞ്ഞാൽ അപ്പോഴേ നമുക്ക് ഈ സെൻറ്റർ എഴുതാനും പറ്റും. ഇവിടെ നമ്മൾ വരുന്ന ഇക്വേഷൻ നിങ്ങൾ നോക്കിയാൽ ഇത് കണ്ടോ, മോഡുലസ് ഓഫ് ഇതെന്താ, ഡിസ്റ്റൻസ് ഫോർമുലയാണ്. വാട്ട് ഇസ് ഡിസ്റ്റൻസ് ഫോർമുല? AX + BY + C = 0 x1 y1 എന്നുള്ള ഡിസ്റ്റൻസ് എടുക്കാൻ AX1 + BY1 + C /√(s² + b². അതിവിടെ കൊടുത്താൽ 3R + 4R - 24 /√(3² + 4². ഇതാണ് നമ്മുടെ റൈറ്റ് സൈഡിൻ്റെ R എന്ന് വരുന്നത്. that is equal to 7R - 24 / 5 is equal to R ആണ്. Therefore 7R - 24 is equal to +or -5 R. Why it is +or - ഈ മോഡൽ സൈൻ മാറുമ്പോൾ ഇവിടെ +or - കൊടുക്കണം, അതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് രണ്ട് ഇക്വേഷൻ കയറി വരുന്നുണ്ട്. ഒന്ന് 7R - 24 5R ആണ്. മറ്റത് 7R - 24 -5R ആണ്.
ഇവിടെ നമ്മൾ എടുത്താൽ 2r is equal 24 വരും, then r is equal 12 ആണ്. ഇവിടെ നമുക്ക് എടുത്താൽ 12r is equal 24 വരും, then r is equal 2 ആണ്. സാറിന് 2 വാല്യൂ ഉണ്ട്. ഇതിൽ ഏതാണ് എടുക്കേണ്ടത്? നോക്കി, r 12 ആണെങ്കിൽ സെൻറ്റർ നമുക്ക് എങ്ങനെ എഴുതേണ്ടി വരും? 12,12 എന്ന് വരും. തിരിച്ച് r2 ആണെങ്കിൽ 2,2 വരും. ഒന്ന് നമ്മുടെ ആൻസറിൻ്റെ അകത്ത് ഇതേ ഉള്ളൂ, ഇതില്ല. ഇതെങ്ങനെ സംഭവിക്കുക വെച്ചാൽ ഇത് കണ്ടോ, ഇങ്ങനെ വേണമെങ്കിലും ആകാം. ഇതിങ്ങനെ ടച്ച് ചെയ്ത് എടുക്കാവുന്ന, എക്സ്റ്റേണലി ടച്ച് ചെയ്യാതെ. നമ്മുടെ ചോദ്യം അതല്ല, ഇൻറ്റേർണലി ആയതുകൊണ്ട് 2,2 തന്നെയാണ് അതിൻ്റെ സെൻറ്റർ. അപ്പോൾ ഇവിടെ ചിലപ്പോൾ നമുക്ക് പോയിൻറ്റുകൾ കൂടുതൽ ചോദിക്കേണ്ടി വരികയാണെങ്കിൽ നമുക്ക് ഇതുണ്ടെന്ന് ഓർത്തേക്കണം. മോഡലസ് ഇട്ട് വേണം ചെയ്യാൻ. നിങ്ങൾ മോഡലസ് കൊടുക്കാൻ ചെയ്താൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് 12 ആണ്. അതുകൊണ്ട് മോഡലസ് കൊടുത്ത് പ്ലസ് ഓർ മൈനസ് കൊടുത്തിട്ട് വേണം ചെയ്യാൻ, എങ്കിലേ നമുക്ക് 2 ആൻസറും കിട്ടുള്ളൂ. അതിൽ നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്ത് നമ്മുടെ ആൻസറിലോട്ട് കിടക്കാവുന്നതാണ്. സോ രണ്ടാമത്തെ ആൻസറാണ് അവിടെ കിട്ടുന്നത്. ഇത് 2020 ചോദിച്ച JEE Main 2020 ചോദിച്ച ചോദ്യമാണ്. കണ്ടോ? അപ്പോൾ ഇത് ഇത്തരം ചോദ്യങ്ങൾ നമുക്ക് ഈ പറയുന്ന സർക്കിൾസിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഡൂവബിളാണ്. ഒരു സംശയം വേണ്ട. നിങ്ങൾ ഈ ക്ലാസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ സർക്കിൾസിൽ വരുന്ന ചോദ്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അടുത്തത് JEE Main 2020 തന്നെ ചോദിച്ച ഒരു ചോദ്യമാണ്. ദ സർക്കിൾ പാസിംഗ് ത്രൂ ദ ഇൻ്റർസെക്ഷൻ ഓഫ് x square plus y square minus 6x equals 0 and x square plus y square minus 4y equals 0 having its center on the line 2x minus 3y plus 12 equals 0 also passes through the point. ഇച്ചിരി ഡിഫിക്കൽറ്റി ഇതിൻ്റെ അകത്തുണ്ട്. നമുക്കൊരു സർക്കിൾ കണ്ടുപിടിച്ചിട്ട് ആ സർക്കിളിൻ്റെ ഈ പോയിൻ്റ് അത് നോക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ ചെയ്യുന്ന വഴി എന്നാ വെച്ചാൽ, നമ്മൾ പറഞ്ഞില്ലേ 2 സർക്കിൾ ഇങ്ങനെ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന സർക്കിളിൻ്റെ കൂടെ പോകുന്ന പുതിയൊരു സർക്കിൾ എടുക്കണമെങ്കിൽ S1 പ്ലസ് ലാംഡ S2 ഈക്വൽസ് 0 എന്നാണ്. അത് ഇച്ചിരി നല്ലത് S1 പ്ലസ് ലാംഡ ഇൻറ്റു S1 മൈനസ് S2 0 എന്ന് പറയുക. ഈ ലൈൻ കണ്ടുപിടിച്ചിട്ട് അത് ഉപയോഗിക്കുന്നതാണ് എളുപ്പം. ഇവിടെ നമുക്ക് S1 എന്ന് പറയുന്നത് x സ്ക്വയർ പ്ലസ് y സ്ക്വയർ മൈനസ് 6x ഈക്വൽ 0 ആണ്. രണ്ടാമത്തെ S2 എന്ന് പറയുന്നത് x സ്ക്വയർ പ്ലസ് y സ്ക്വയർ മൈനസ് 4y ഈക്വൽ 0 ആണ്. സോ നമ്മൾ S1 മൈനസ് S2 കണ്ടുപിടിച്ചിട്ട് ചെയ്യുന്നതാണ് എളുപ്പം. S സ്ക്വയർ രണ്ടും പോയിട്ട് മൈനസ് 6x പ്ലസ് 4y ഈക്വൽ 0 ആണ്. അതുകൊണ്ട് മൈനസ് കൊണ്ട് ഗുണിച്ച് വിട്ടാൽ നമുക്ക് ഇതിനെ 3x മൈനസ് 2y ഈക്വൽ 0 തന്നെ എടുക്കാൻ പറ്റും. ഇതാണ് നമ്മുടെ ലൈൻ. ഈ ലൈനും ഇതിലെ ഒരു ഇക്വേഷൻ കൂടി ചേർത്ത് നമുക്ക് ആ ഇക്വേഷനെ എടുക്കാൻ പറ്റും. കണ്ടോ? So we can just find S1 minus S2 equals 0. Then our equation is S plus lambda into ഈ കിടക്കുന്ന S1 minus S2 equals 0 is the combined equation of any circle. Family of circles ആണ് ഇതിന് പറയുക. So family of circles-ൻ്റെ ഇക്വേഷൻ x സ്ക്വയർ പ്ലസ് y സ്ക്വയർ മൈനസ് 6x. ഇതോ താഴത്തെ ഏത് വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഞാൻ ഇതാണ് എടുക്കുന്നത്. പ്ലസ് ലാംഡ ഇട്ടിട്ട് ഈ കിട്ടിയ 3x മൈനസ് 2y ഈക്വൽ 0. ഇത് മൈനസോ ഒക്കെ മാറിപ്പോയാലൊന്നും ഒരു കുഴപ്പമില്ല. നമുക്ക് ഏറ്റവും ലാംഡ അതിന് സ്യൂട്ടബിളാക്കി കിട്ടിക്കോളും. ഇത് നിങ്ങൾ എടുക്കേണ്ടത് ഈ ഇക്വേഷനെ സിംപ്ലിഫൈ ആയിട്ട് സർക്കിളാക്കി എടുക്കുകയാണ്. എങ്ങനെയാണ്? ദറ്റ്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മൈനസ് 6x പ്ലസ് 3 ലാംഡ എക്സ് മൈനസ് 2 ലാംഡ വൈ ഈസ് ഈക്വൽ 0 എന്നാണ്. ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ എക്സ് ഒന്ന് കോമൺ ആക്കി എടുക്കാം. സോ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മൈനസ് എക്സ് ഇൻറ്റു 6 മൈനസ് 3 ലാംഡ മൈനസ് 2 ലാംഡ വൈ ഈസ് ഈക്വൽ 0. ഇതിനാണ് ഇങ്ങനെ എഴുതിയത്. എങ്കിലും നമുക്ക് സെൻറ്റർ കാണാൻ പറ്റുള്ളൂ. വാട്ട് സെൻറ്റർ? എക്സിൻ്റെ കോഎഫിഷ്യൻ നെഗറ്റീവിൻ്റെ ഹാഫ്. സോ സെൻറ്റർ ഈസ് ഈക്വൽ ടു എന്താ? ഈ മൈനസ് പോയി 6 മൈനസ് 3 ലാംഡ ബൈ 2 ആണ്. അതുപോലെ ഈ മൈനസ് പോയിട്ട് 2 ലാംഡ ബൈ 2. ദാറ്റ് ഇസ് ആക്ച്വലി വി ക്യാൻ സി ലാംഡ. ഇതാണ് സെൻറ്റർ. നമ്മൾ എഴുതിയേക്കുന്ന ഫാമിലി ഓഫ് സർക്കിൾസിൻ്റെ സെൻറ്ററാണ് ഇപ്പോൾ ഈ എഴുതിയത്. അവർ പറയുന്ന ഒരു വാചകം കൂടി വായിച്ചു നോക്കി. ഈ സെൻറ്റർ ലൈ ഓൺ ദിസ് 2x പ്ലസ് 3y പ്ലസ് 12 ഈക്വൽസ് 0. അതിൽ കൂടെ ലാംഡ ഫൈൻഡ് ചെയ്യാൻ പറ്റും. സോ വി ക്യാൻ ഡു ദിസ് എക്സ്പ്രഷൻ. അതായത് ഇതെടുത്തിട്ട് ഈ ലൈനെ കൊടുക്കാം. 2x മൈനസ് 3y പ്ലസ് 12 ഈക്വൽ 0 ആണ്. ഇതിലോട്ട് 2 ഇൻറ്റു 6 മൈനസ് 3 ലാംഡ ഡിവൈഡ് ബൈ 2 മൈനസ് 3 ഇൻറ്റു ലാംഡ പ്ലസ് 12 ഈക്വൽ 0 ആണ്. സോ ഇത് ക്യാൻസൽ ചെയ്തു പോകും. 6 മൈനസ് 3 ലാംഡ മൈനസ് 3 ലാംഡ പ്ലസ് 12 ഈക്വൽ 0 ആണ്. സോ വി ക്യാൻ സി 18 ഈസ് ഈക്വൽ 6 ലാംഡ വിത്ത് ദിസ് ഇംപ്ലൈസ് ലാംഡ ഈസ് ഈക്വൽ 3. ഇപ്പോൾ നമുക്ക്
ഈ ലാംഡയുടെ വാല്യൂ കിട്ടി കണ്ടോ ഇങ്ങനെ. അതായത് ഈ ലാംഡ കിട്ടാൻ വേണ്ടിയാണ് അവരിങ്ങനെ പറഞ്ഞിരുന്നത് ഈ സർക്കിളിൻ്റെ സെൻറ്റർ ഈ പറയുന്ന 2x - 3y + 12 = 0 കിടക്കുന്നത്. ഇനി നിങ്ങൾ കാണേണ്ടത് ഈ പറയുന്ന ലാംഡ റീപ്ലേസ് ചെയ്താൽ കിട്ടുന്ന ഇക്വേഷനാണ്. വെൻ ലാംഡ = 3 നോക്കി ഇക്വേഷൻ, നമ്മുടെ ഈ ഇക്വേഷൻ ഇവിടെ എഴുതി വെക്കാം. x² + y² - x ഇൻറ്റു നോക്കി 3 കൊടുക്കുകയാണ് 9 ആണ് കുറയ്ക്കേണ്ടത്. സോ 6 - 9 -2 ഇൻറ്റു 3y = 0. ദാറ്റ് ഇസ് x² + y² plus 3x - 6y = 0. ദിസ് ഈസ് ദി ഇക്വേഷൻ. ഇപ്പോൾ നമുക്ക് റിക്വയർഡ് സർക്കിളിൻ്റെ ഇക്വേഷൻ ആയതേ ഉള്ളൂ. ഇതിലെ പോയിൻറ്റും കൂടി കണ്ടുപിടിക്കും. ഇതാണ് ഒരു ലെങ്തി ആയിട്ടുള്ള ചോദ്യം, പക്ഷേ ഇത് ഡൂവബിളാണ്. ഇവിടെ നമുക്ക് 3-4 പോയിൻ്റ് ഉണ്ട്. നോക്കി 1 - 3 ഉണ്ട്, -1 3 ഉണ്ട്, -3 1 ഉണ്ട്, -6 ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഇതിൽ ഏത് പോയിൻ്റാണ് ചെക്ക് ചെയ്യാനുള്ള ഒരു എളുപ്പം? ഇതിൽ ഏറ്റവും കൂടുതൽ ആവർത്തിക്കുന്ന കോർഡിനേറ്റ് നോക്കി, ഞാൻ എക്സിന് -3 -3 ഉണ്ട്, ഞാനത് എക്സിന് കൊടുത്തിട്ട് y സോൾവ് ചെയ്ത് നോക്കുന്നത്. അപ്പോൾ നമുക്കൊരു പോയിൻ്റ് കിട്ടും. അതില്ലെങ്കിൽ നമുക്ക് അടുത്ത് നോക്കണം. ഇപ്പോൾ ഇവിടെ നമ്മൾ x = -3, വെൻ x = -3 കൊടുത്താൽ 9 + y² -9 -6y = 0 എന്നാണ്. ഈ 9 രണ്ടും പോയിട്ട് y² - 6y = 0 എന്നാണ്. സോ y കോമൺ ആക്കി എടുത്താൽ y - 6 = 0 ആണ്. ദിസ് സിംപ്ലൈസ് ആയിട്ട് y = 0,6 എന്നാണ്. അതിൻ്റെ അർത്ഥം -3 0 എന്നുള്ള പോയിൻ്റ് ആ സർക്കിളിലാണ്, -3 6ഉം സർക്കിളിലാണ്. ഇത് രണ്ടുമാണ്. പക്ഷെ നമുക്ക് -3 6 തന്നിട്ടുണ്ട്, ഇതാണ് കിട്ടിയേക്കുന്നത്. സോ വി ക്യാൻ ഫൈൻഡ് ദാറ്റ് ആൻസർ. ഉണ്ടോ, ഇങ്ങനെ നമുക്ക് ആൻസർ എടുക്കാവുന്നതാണ്. ഇത് -3 6 എന്നുള്ള ആൻസറാണ് അതിൻ്റെ അകത്തുള്ളത്. ഇത് നമുക്ക് JEE Main ചോദിച്ച ഒരു ചോദ്യമാണ്, 2020 ചോദിച്ച ചോദ്യമാണ് കേട്ടോ. അടുത്ത ക്വസ്റ്റിന് ഇവിടെ ഒരു ഈക്വൽ സൈൻ ഉണ്ട്. ഇഫ് ദ ലെങ്ത് ഓഫ് ദി കോഡ് ഓഫ് ദ സർക്കിൾ x² + y² = r², r പോസിറ്റീവാണ്, എലോങ് ദ ലൈൻ y - 2x = 3 ഈസ് അഗെയിൻ r, ദെൻ വാട്ട് ഇസ് r²? ഇതും 2020 ചോദിച്ച ചോദ്യമാണ്. ഇത് നിങ്ങൾ ഡയറക്റ്റായിട്ടൊക്കെ ചെയ്യാൻ ശ്രമിച്ചാൽ ഇച്ചിരി കൺഫ്യൂഷൻ, പക്ഷെ ഒന്നും കൂടെ വായിച്ചിട്ടേ ചെയ്യാവൂ. ഈ സർക്കിളിൻ്റെ സെൻറ്റർ 0 0 ആണെന്നറിയാം, റേഡിയസ് 6 ആണെന്നറിയാം. അപ്പോൾ സെൻറ്റർ 0 0യും റേഡിയസ് 6ഉമുള്ള സർക്കിളിൽ ഒരു കോഡ് ഉണ്ടാക്കുന്നതിൻ്റെ നീളവും അവർ പറയുന്നത് 6 ആണെന്ന്. അപ്പോൾ നമ്മളുടെ സർക്കിൾ വരച്ചിട്ട് കണ്ടോ, ഇതിൻ്റെ റേഡിയസ് തന്നെ ഞാൻ ഈ നീളം ഇത് 6 ആണ്, ഈ നീളവും 6 ആണ്. ഇത് അവർ പറഞ്ഞിട്ടല്ല നമ്മൾ എടുക്കണം, ഇത് 0 0യുമാണ്. ഇതാ കാര്യം. ഇത് വളരെ പ്രധാനപ്പെട്ട. സോ അവർ പറയുന്ന ഈ സർക്കിളിൻ്റെ അല്ലെങ്കിൽ ഈ ട്രയാങ്കിളിൻ്റെ പ്രത്യേകത, അതൊരു ഈക്വലായിട്ട് ട്രയാങ്കിളാണ്, എല്ലാ ആംഗിളും 60 ഡിഗ്രിയാണ്. ഈ ലൈൻ അവർ പറഞ്ഞേക്കുന്നത് ഇത് അങ്ങോട്ട് എടുത്താൽ കിട്ടുന്ന 2x - y + 3 = 0 ആണ്. അപ്പം ഇത് ഈക്വൽ ട്രയാങ്കിളാണ്, സൈഡുണ്ട്, ഇത് വെർട്ടെക്സ് ഒറിജിനാണ്. അപ്പം നമുക്ക് ഇവിടെ നല്ല ഡിസ്റ്റൻസിനെ ഫൈൻഡ് ചെയ്യാൻ പഴയതുപോലെ ഡി. എങ്ങനെയാണ് ഡി ഫൈൻഡ് ചെയ്യുന്നത്? ഡി എന്ന് പറയുന്നത് മോഡുലസ് ഓഫ് ഇതിന് 0 എടുത്താൽ 2 × 0 - 0 + 3 / √4 + 1 എന്നാണ്. സോ ദാറ്റ് ഷുഡ് ബി 3 / √5 ആണ്. ഇതാണ് ഡി. അപ്പോൾ ഡി ആയി നമുക്ക് 6 വേണ്ടേ, പിന്നെ കഴിഞ്ഞല്ലോ. ഇതുണ്ടോ, ഇത് 60 ഡിഗ്രിയാണ്. ഈക്വൽ ട്രയാങ്കിൾ ആണെന്ന് കണ്ടില്ലേ, നമുക്കത് തോന്നിയല്ലേ കേട്ടോ. 60 ഡിഗ്രി ആണെങ്കിൽ യു ക്യാൻ സി വാട്ട് ഇസ് sin 60 ഫ്രം ദ ഫിഗർ. ഈ ഫിഗറിൽ sin 60 d/r, ഈ ഡി ആറും ഡിവൈഡ് ചെയ്യുന്ന sin 60 നമുക്കല്ലേ √3/2 ആണ്. ഡി നമുക്കിവിടെ കിട്ടിയായിരുന്നു 3/√5 അല്ലേ, ഇൻറ്റു ആറും കൂടെ. സോ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ പോകുന്നത് √15r = 6 എന്നാണ്. അപ്പോൾ നമുക്ക് r² ആണ് വേണ്ടത്, അതിനെ സ്ക്വയർ ചെയ്തേക്കുക. അപ്പോൾ സോ 15 × r² എന്ന് പറയുന്നത് നമുക്ക് 36 ആണ്. സോ r² = 36 / 15 ആണ്. 3 കൊണ്ട് കട്ട് ചെയ്ത് കളയാൻ 12 / 5 ആണ്. സോ r² is 12 / 5. ഓപ്ഷനിലോട്ട് നോക്കി എവിടെയെങ്കിലും ഉണ്ടോയെന്ന്. ഉണ്ടോ, ദേ കിടക്കുന്നത് രണ്ടാമത്തത്. സോ ദിസ് ഈസ് ദ വേ വി ക്യാൻ ഫൈൻഡ് ദി ആൻസർ ഓഫ് ദിസ് പ്രോബ്ലം.
ഇതും JEE Main 2020 ചോദിച്ച ചോദ്യമാണ്. നോക്കി എന്താണ് x² + y² r² എന്ന് പറയുമ്പം ആ വായനയ്ക്കകത്ത് അതുണ്ടാവണം. ഈ കോഡിൻ്റെ ലെങ്ത് 6 സോ യു ക്യാൻ ഒബ്സർവ് ദം ഇറ്റ് ഈസ് അൻ ഇക്വലാറ്റർ ട്രയാങ്കിൾ. ആ ഇക്വൽ ട്രയാങ്കിൾ ആണെങ്കിൽ 16 കിട്ടുള്ളൂ. ഇതാണ് നമ്മുടെ ചോദ്യത്തിൻ്റെ പ്രത്യേകത. സോ ഇറ്റ്സ് ആക്ച്വലി വെരി സിമ്പിൾ പ്രോബ്ലം. നൗ വീണ്ടും JEE Main 2020 ഒരു ചോദ്യമാണ്. ചൂസ് ദ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എബൌട്ട് ദ 2 സർക്കിൾസ് ഹൂസ് ഇക്വേഷൻസ് ആർ ഗിവൺ ബിലോ. ഇത് രണ്ടിലും ഏറ്റവും തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് കണ്ടുപിടിക്കാനാണ് ഇവർ ചോദിക്കുന്നൊരു വഴിയാണ്. 2 സർക്കിളുണ്ട്. x² + y² - 10x - 10y + 41 = 0. x² + y² - 16x - 10y + 80 = 0. Distance between 2 centers is the average of radii ഓഫ് ബോത്ത് ഓഫ് ദ സർക്കിൾ. എന്നാൽ സർക്കിളിൻ്റെ സെൻറ്ററുകൾ തമ്മിലുള്ള ദൂരം ആ റേഡിയസിൻ്റെ ആവറേജിന് തുല്യമാണെന്ന് അവർ പറയുന്നു. ബോത്ത് സർക്കിൾസ് സെൻറ്റേഴ്സ് ലൈ ഇൻസൈഡ് ദ റീജിയൻ ഓഫ് വൺ അനദർ. രണ്ടിൻ്റെ അകത്തായിട്ടാണ് കിടക്കുക എന്ന് പറയുന്നു. ബോത്ത് സർക്കിൾസ് പാസസ് ത്രൂ ദ സെൻറ്റർ ഓഫ് ഈച്ച് അതർ എന്ന് പറയുന്നു. സർക്കിൾസ് ഹാവ് 2 ഇൻ്റർസെക്ഷൻ പോയിൻറ്റ്സ് ഉണ്ടെന്ന് പറയുന്നു. ഇങ്ങനെ 4 കാര്യത്തിൽ തെറ്റ് ഏതാണെന്നാണ് ചോദ്യം വായിക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ട് കേട്ടോ. ശരിയെന്നല്ല, തെറ്റേതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ചെയ്യാവുന്ന വഴി എന്താ നോക്കിയേ, നമ്മൾ സർക്കിൾസിൻ്റെ ചാപ്റ്ററിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സർക്കിൾസിൻ്റെ ഇക്വേഷൻ എഴുതിയാൽ സെൻറ്ററും റേഡിയസും എഴുതാൻ പറ്റണം. അതില്ലാതെ ഒരു പണി നടക്കുകയില്ല. അപ്പോൾ ഇവിടെ നമുക്ക് C1 ഒന്നാമത്തെ സെൻറ്റർ C1 എന്ന് പറയുന്നത് എന്താണ് 5,5 ആണ്. റേഡിയസ് R1 എന്ന് പറയുന്നത് √25 + 25 മൈനസ് 41 ആണ് ഉണ്ടോ. അപ്പോൾ √9 വരും, അത് 3 ആണ്. അപ്പോൾ ഒന്നാമത്തെ സെൻറ്റർ കിട്ടി, റേഡിയസ് കിട്ടി. അടുത്തൊരു C2 രണ്ടാമത്തത്. C2വിൻ്റെ സെൻറ്റർ നമുക്ക് 8,5 ആണ്. ദെൻ R2 ആണ് √64 + 25 മൈനസ് 80 ആണ്. അപ്പോഴതും 9 ആണ്, 3 ആണ്. അപ്പോൾ ഇത് 2 ഈക്വൽ റേഡിയസ് ഉള്ള ഇതാണ്. ഇനിയിപ്പോൾ നമുക്ക് വേണ്ടത് C1 C2ൻ്റെ ലെങ്താണ്. C1 C2 എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും കൂടി കുറച്ച് കഴിഞ്ഞാൽ കിട്ടുന്നത് നോക്കി 8 - 5 ദ ഹോൾ സ്ക്വയർ + 0 ആണ്. ദാറ്റ്സ് നമുക്ക് 9 3 എന്ന് കിട്ടി. അപ്പോൾ നോക്കി സെൻറ്ററുകൾ തമ്മിലുള്ള ദൂരം C3 ആണ്. അപ്പോൾ ഒന്ന് വരച്ച് നോക്കിയാൽ എന്നാ സംഭവിക്കുന്നത്. ഇത് C1 ആണ്, ഇത് C2മാണ്. ഇവ തമ്മിലുള്ള ദൂരം 3 യൂണിറ്റാണ്, റേഡിയസ് 3. അപ്പം ഈ സെൻറ്റർ വെച്ചിട്ട് ഇങ്ങനെ വെച്ചത് ഇങ്ങനെ പോകും. ബിക്കോസ് റേഡിയസ് ഇസ് 3 ആൻഡ് ദാറ്റ് സെൻറ്റർ ഇസ് 3. അഗെയിൻ രണ്ടാമത്തെ വരച്ചാൽ തന്നെ ഇങ്ങനെയും പോകും. ഇപ്പോൾ ഇതാണ് 2 സർക്കിള്. ഈ സർക്കിൾ നോക്കി, സർക്കിൾ ഹാവ് 2 ഇൻ്റർസെക്ഷൻ എന്നുള്ളത് ശരിയാണ്. നമുക്ക് തെറ്റാണ് കണ്ടുപിടിക്കേണ്ടത്, ഇത് ശരിയാണ്. പിന്നെ ബോത്ത് സർക്കിൾ പാസസ് ത്രൂ ദ സെൻറ്റേഴ്സ് ഓഫ് 2 ഈച്ച്. അപ്പോൾ അതും ശരിയാണ്, രണ്ടാമത്തെ ശരിയാണ്. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 സെൻറ്റേഴ്സ്, അതായത് ഇവ തമ്മിലുള്ള സെൻറ്ററിൻ്റെ ഡിസ്റ്റൻസ് 3 ആണ്. വാട്ട്സ് ആവറേജ് ഓഫ് റേഡിയൈ? ആവറേജ് എന്ന് പറഞ്ഞാൽ രണ്ടും കൂടി കൂട്ടിയിട്ട് അതിൻ്റെ ഹാഫാണ്. അപ്പോൾ 3 + 3/2 3 തന്നെയാണ് എന്ന് പറയാൻ ഇതും ശരിയാണ്. അപ്പോൾ നമുക്ക് ഒറ്റ ഓപ്ഷനിലേ ഉള്ളൂ, രണ്ടാമത്തെയാണ് തെറ്റ്. പക്ഷെ തെറ്റാണെന്ന് നോക്കി, ബോത്ത് സർക്കിൾസ് സെൻറ്റേഴ്സ് ലൈ ഇൻസൈഡ് ദ റീജിയൻ ഓഫ് ദി വൺ അനദർ. അതല്ല കണ്ടോ, ഓരോന്നിൻ്റെ ഔട്ട്സൈഡിൻ്റെ ജസ്റ്റ് ആ സർക്കിളിലാണ് കിടക്കുന്നത്. അപ്പോൾ ഇൻസൈഡ് എന്ന് പറയുന്ന പോയിന്റ് ഉണ്ട്, ഇവിടെയാണെങ്കിലുള്ളൂ. അങ്ങനെ സംഭവിച്ചിട്ടില്ലല്ലോ. സോ ദാറ്റ് ഈസ് റോങ് എന്ന് പറഞ്ഞാൽ തെറ്റായിട്ടുള്ളത് ഇതാണ്. സോ അവർ ആൻസർ ഈസ് ദിസ് വൺ. ഓപ്ഷൻ 2 ആണ് കറക്റ്റ് ആൻസർ. തെറ്റേതെന്ന് ചോദിക്കുമ്പം ശരിയിട്ട് വെച്ചേക്ക് നിങ്ങൾ എഴുതരുത്. ഇത് IIT തലത്തിൽ വരുമ്പം മോർ ദാൻ 1 ഓപ്ഷനായിട്ട് മാറും. കാരണം 3 ശരിയാണ് അവിടെ. അപ്പം ഇങ്ങനെയാണ് അവർ ചോദ്യങ്ങൾ വരുത്തുന്നത്. ഈ രീതിയിൽ നിങ്ങൾക്ക് ആൻസർ എടുക്കാവുന്നതാണ്. ആക്ച്വലി വളരെ സിമ്പിളാണ്. ബേസിക്കലി സെൻറ്ററും റേഡിയസും സർക്കിളിൻ്റെ കാണാനും, സെൻറ്ററുകൾ ഉപയോഗിച്ചുകൊണ്ട് C1 C2 എടുക്കാനും, റേഡിയസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈ രണ്ടും കാണാനും നോക്കിക്കഴിഞ്ഞാൽ കിട്ടും. എന്നിട്ട് ഈ ഫിഗറും കൂടി ഒക്കെ ഒന്ന് വരച്ച് നോക്കിയാൽ നിങ്ങൾക്ക് ഡെഫിനറ്റായിട്ട് സ്കോർ എടുക്കാവുന്ന ഒരു റീജിയനാണ്. ഇത് 2020 ചോദിച്ച ചോദ്യമാണ്. 2021 ചോദിച്ചത്, കൺസിഡർ എ സർക്കിൾ C which touches y axis at 0,6 and cut off an intercept 6√5 on the axis. Then the radius of the circle C. ഇത് ജോമെട്രിക്കലി നിങ്ങൾ ആൻസർ ചെയ്താൽ മതി. 0,6 ടച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ y ആക്സിസിൽ ടച്ച് ചെയ്തെന്നാണ് അർത്ഥം. ഉണ്ടോ, ഇങ്ങനെ നമ്മൾ വരച്ചു കഴിഞ്ഞാൽ ഇതാണ് 0,6.
അപ്പോൾ ഇത് 0,6 ആകുമ്പം ഇതിലാണ് നമ്മുടെ സെൻറ്റർ കിടക്കുന്ന അർത്ഥം. അപ്പോൾ സെൻറ്ററിൻ്റെ y കോർഡിനേറ്റ് എന്ന് പറയുന്നത് x,6 ആണെന്ന് അർത്ഥം. ഇതാണ് സെൻറ്ററിൻ്റെ y കോർഡിനേറ്റ്. അതിനൊരു മാറ്റമില്ല. ഇനി ഇൻ്റർസെപ്റ്റ് കട്ട് ഓഫ് ഓൺ എക്സ് ആക്സിസ് എന്ന് പറയുന്നത് ഇങ്ങനെ ഇത് വരയ്ക്കുന്നതാണ് എക്സ് ആക്സിസ്. ദിസ് ഇസ് എക്സ് ആക്സിസ്. അപ്പോൾ ഇവിടെ ഒറിജിനാണ്. ഇതിൻ്റെ ഇത്രയും നീളം 6√5 ആണ്. അപ്പോൾ അതിൻ്റെ പകുതിയാണ് ഇവിടെ ഇങ്ങോട്ട് വരച്ചാൽ കിട്ടുന്നത്. ഇതാണ് 3√5. ഈ നീളം 3√5 ആണ്. ഇത് 3 നമ്മൾ എഴുതുന്ന ഭാഗമൊക്കെ കറക്റ്റായിട്ട് വരച്ചേക്കണം. സോ വാട്ട് ഇസ് ദിസ് ഹൈറ്റ്? ഈ ഹൈറ്റ് 6. കാരണം ഈ ദൂരമാണ് നമ്മുടെ ഡിസ്റ്റൻസ് ആയിട്ട് നിൽക്കുന്നത്. വാട്ട്സ് എ ക്വസ്റ്റ്യൻ? ദെൻ വാട്ട്സ് റേഡിയസ് ഓഫ് ദ സർക്കിൾ? രണ്ടിത് കെയർഫുള്ളായിട്ട് വായിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇതല്ലാതെ വേറെ ഒരു പണിയില്ല. ഒന്നും കൂടി വായിച്ചു നോക്കിയേ. ഈ ചോദ്യങ്ങളൊക്കെ ശരിയാണോ എന്ന് പറഞ്ഞേക്കുന്നത്. ആ സർക്കിളിൻ്റെ ടച്ച് ദ y ആക്സിസ് അറ്റ് 0,6 എന്ന് പറഞ്ഞതിൻ്റെ അകത്ത് വരച്ചു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ റേഡിയസിൻ്റെ ലൈൻ വരച്ചപ്പം y കോർഡിനേറ്റ് ഓഫ് ദ റേഡിയസ് 6 ആണ്. അപ്പോൾ അതതിൻ്റെ ആ ഹൈറ്റായിട്ട് നിൽക്കും. 6 യൂണിറ്റ് എന്ന് വരും കേട്ടോ. ഇനി y ഇൻ്റർസെപ്റ്റ് നമുക്ക് 6√5 ആണ്. അപ്പോൾ ആ സെൻട്രൽ നിന്ന് നമ്മുടെ ആ y ഇൻ്റർസെപ്റ്റിലോട്ടുള്ള പോയിൻ്റ് അതൊരു കോഡായതുകൊണ്ട് നിർബന്ധമായിട്ടും ബൈസെക്റ്റ് ചെയ്യും. അപ്പോൾ 6√5 രണ്ടായിട്ട് മാറും. നമുക്ക് വേണ്ട റേഡിയസ് ആണെങ്കിൽ ഒന്നും കൂടി എടുത്ത് ആ പടം ഒന്ന് വരച്ച് നോക്കി. ഇതുണ്ടോ? ഇത് 6 ആണ്. ഇത് നമ്മുടെ 3√5 ആണ്. നമുക്ക് വേണ്ടത് റേഡിയസ് എത്രയാണ്? നിങ്ങളിത് ചെയ്താൽ മതി. ആർക്കാ ഇത് കിട്ടാത്തത്? r² എന്ന് പറയുന്നത് 3√5ൻ്റെ സ്ക്വയർ പ്ലസ് 6ൻ്റെ സ്ക്വയർ ആണ്. ദാറ്റ്സ് ഈക്വൽ ടു 9 × 5 പ്ലസ് 36 ആണ്. വാട്ട് ഇസ് 9 × 5? 45 പ്ലസ് 36 81 ആണ്. ഇറ്റ് ഈസ് 81. സോ വാട്ട് ഇസ് r 9 ആണ്. റേഡിയസ് 9ൻ്റെ 4ാമത്തെ ഓപ്ഷൻ കിടപ്പുണ്ട്. അപ്പോൾ JEE മെയിൻ്റെ 2021 ക്വസ്റ്റ്യനാണ്. നിങ്ങൾ ശ്രദ്ധിക്കുക. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ചോദ്യങ്ങളൊക്കെ പ്രീവിയസ് ഇയറാണ്. അപ്പം ആരുടെയെങ്കിലുമൊക്കെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ അകത്ത് വന്നിട്ടുള്ളവയാണ്. എന്നാലും നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വെച്ച് തന്നെ നോക്കുകയാണെങ്കിൽ ഒരുപാട് ഹാർഡ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതെല്ലാമാണ് പഠിച്ച് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് കരുതി കളയരുത്. എല്ലാ ചാപ്റ്ററിൻ്റെയും സിമ്പിളായിട്ട് ചോദിച്ചേക്കുന്ന എല്ലാം നിങ്ങൾ ചെയ്തു വെക്കുക. ആ പാറ്റേൺ പഠിച്ചു വെക്കുക. ആ പാറ്റേൺ ചോദിക്കാൻ നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ കിട്ടിയെങ്കിൽ ആകാം. അത് ഓർക്കുക. കോണി സെക്ഷൻ ഡിഫിക്കൽട്ട് ആണെങ്കിൽ സർക്കിൾസിൻ്റെ അത് സിമ്പിളാവും. സർക്കിൾ ഡിഫിക്കൽട്ട് ആണെങ്കിൽ കോണി സെക്ഷൻ സിമ്പിളായിരിക്കും. ഇതാണ് നമ്മളതിൻ്റെ സ്ട്രാറ്റജി. അതുകൊണ്ട് വി എൻഷ്യൂർ ദാറ്റ് ഇതേണ്ട സിമ്പിളായിട്ടുള്ള പ്രീവിയസ് ഇയറിലെ മുഴുവൻ ചോദ്യങ്ങളും നിങ്ങൾ ഉറപ്പിച്ച് നിർത്തണം. NCERT ബുക്കിലെ എല്ലാ ചോദ്യങ്ങളും നിങ്ങൾ ഉറപ്പിച്ച് നിർത്തണം. ഇതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇതിൻ്റെ കോൺസെപ്റ്റ് നമ്മൾ പറഞ്ഞേക്കുന്ന കോൺസെപ്റ്റ് നമുക്ക് 1.5 മണിക്കൂർ കൊണ്ട് തീർക്കാനേ ഉള്ളൂ. അതിലെ ചോദ്യങ്ങളെ മുഴുവൻ നിങ്ങൾ സിസ്റ്റമാക്കി ചെയ്താൽ യു ക്യാൻ ഈസിലി ഫൈൻഡ് ദി ആൻസർ ഓഫ് ഇറ്റ്. ഓക്കെ, നൗ come to the next problem. A circle touches both y axis and the line x plus y equals 0. Then the locus of its center. ഇത് ഇച്ചിരി ഡിഫിക്കൽട്ടായിട്ടുള്ള 2021 ചോദ്യമാണ്. നമ്മുടെ ചോദ്യം എന്താ വെച്ചാൽ ഈ y ആക്സിസ്, വാട്ട് ഇസ് ഇക്വേഷൻ ഓഫ് y ആക്സിസ്? y ആക്സിസിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ x = 0 ആണ്. അതുപോലെ x plus y = 0 അത് പോസിറ്റീവായിട്ട് പോകുന്ന ലൈനാണ്. ഇതുണ്ട് ഇങ്ങനെ. ഈ XY ആക്സിസ് ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ x = 0. പിന്നെ വരുന്ന ലൈൻ രണ്ട് ഇതാ ഇങ്ങനെ. ഇതിനെ നമുക്ക് x + y = 0 എന്ന് കൊടുക്കാം. നമുക്കിതേ രണ്ടിലേയും കൂടി ടച്ച് ചെയ്യുന്ന കുറേ സർക്കിൾസിൻ്റെ ഇക്വേഷൻ എടുക്കാം. ഇതുണ്ട് ഇവിടെ ഇങ്ങനെ എടുക്കാം. കണ്ടോ? വീണ്ടും നമുക്ക് ഇങ്ങനെ എടുക്കാം. ഇങ്ങനെ ഇഷ്ടംപോലെ എടുക്കാം. ഇത് മാത്രമല്ല കേട്ടോ, ഈ പറയുന്ന y ആക്സിസിനെ ഇതിനെ ടച്ച് ചെയ്യുന്ന സർക്കിൾ ഇവിടെയും വേണേൽ വരാം. ഇത് ഇങ്ങനെ വേണേൽ വരാം. ഇങ്ങനെയൊക്കെ എടുക്കാവുന്ന രണ്ടിനെയും കൂടി ചേർത്തുള്ള സർക്കിൾസിൻ്റെ സെൻറ്ററുകൾ എവിടെയാണെന്നാണ് ചോദ്യം. അപ്പോൾ നമ്മൾ കാണുന്നതെന്ന് വെച്ചാൽ ഇവിടെ സെൻറ്റർ എടുത്തു കഴിഞ്ഞാൽ ഈ സെൻറ്റർ നേരെ ഇങ്ങനെ കട്ട് ചെയ്ത് പോകും. ഇതതിൻ്റെ അകത്ത് ലോജിക്കാണ്. ഓക്കെ, നമ്മൾ ഇങ്ങനെ രണ്ട് ലൈൻ എടുത്തിട്ട് ഇതിനെ രണ്ടിനെയും ടച്ച് ചെയ്യുന്ന ഇതിൻ്റെ പ്രത്യേകത ഇവിടുന്ന് ഈ സെൻറ്റർ ഇങ്ങോട്ടും ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസും ഈക്വലാണ്. സോ ലോക്കസ് ഓഫ് ദ സെൻറ്റർ ആർ ഈക്വി ഡിസ്റ്റൻറ്റ് ഫ്രം ദിസ് ലൈൻ ആൻഡ് ദാറ്റ് ലൈൻ. ഇപ്പോൾ രണ്ട് ലൈനിന് ഒരേ ദൂരത്തിൽ പോകുന്ന പോയിന്റുകളുടെ ലോക്കസ് എന്ന് പറയുന്നത് അതിൻ്റെ ബൈസെക്ടറാണ്. എന്താ അതിൻ്റെ ബൈസെക്ടർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാൻ പറ്റുമല്ലോ. ഉണ്ടോ?
A1 x plus B1 y plus C1 equal to 0, A2 x plus B2 y plus C2 equal to 0 are two equations. ഈ പറയുന്ന ഇക്വേഷൻ്റെ അതായത് ഇങ്ങനെ രണ്ടെണ്ണം കിടക്കുകയാണെങ്കിൽ ഇതിൻ്റെ ബൈസെക്ടർ, ഇതിൻ്റെ ഇക്വേഷൻ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. ഇതിൻ്റെ രണ്ടിലോട്ട് എടുക്കുന്ന ഡിസ്റ്റൻസ്, ഈ പറയുന്ന ഡിസ്റ്റൻസ് D1 ആണെങ്കിൽ ഈ ഡിസ്റ്റൻസ് D2 ആണ്. ഇത് രണ്ട് ഇക്വേറ്റ് ചെയ്താൽ മതി. D1 എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെയാണ് A1 x പ്ലസ് B1 y പ്ലസ് C1 ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് A1 സ്ക്വയർ പ്ലസ് B1 സ്ക്വയർ ആണ്. അതുപോലെ D2 എന്താണ് A2 x പ്ലസ് B2 y പ്ലസ് C2 ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് A2 സ്ക്വയർ പ്ലസ് B2 സ്ക്വയർ ആണ്. അപ്പോൾ ഇത് രണ്ടും ഈക്വൽ ആകുമ്പം ആംഗിൾ ബൈസെക്ടറിൻ്റെ ഇക്വേഷൻ എപ്പോഴും ഇങ്ങനെയാണ് A1 x പ്ലസ് B1 y പ്ലസ് C1 ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് A1 സ്ക്വയർ പ്ലസ് B1 സ്ക്വയർ ഈസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് A2 x പ്ലസ് B2 y പ്ലസ് C2 ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് A2 സ്ക്വയർ പ്ലസ് B2 സ്ക്വയർ. എന്തുകൊണ്ട് ഈ പ്ലസ് ഓർ മൈനസ് വന്നതെന്നറിയാമോ? കാരണം ഈ മോഡുലസ് ഉണ്ടല്ലോ, ഈ മോഡുലസ് മാറ്റുമ്പം പ്ലസ് മൈനസും ആകും. ആക്ച്വലി ഇവിടെ രണ്ട് ആംഗിൾ ബൈസെക്ടർ ഉണ്ട് താനും, അതുകൊണ്ട് ഇങ്ങനെയും ഇങ്ങനെയും വരും. ഇത് കഴിഞ്ഞിട്ട് പറഞ്ഞോളാം. സോ ദിസ് വിൽ ബി ഇൻ ദ ഫോം D1 ഡിവൈഡ് ബൈ ഈ രണ്ടും ഈക്വലാണ്. ഇതിൽ നമുക്ക് A1 x പ്ലസ് B1 y പ്ലസ് C എന്നുള്ള ഇക്വേഷൻ നമുക്ക് എടുത്തു കഴിഞ്ഞാൽ ആംഗിൾ ബൈസെക്ടറായിട്ട് എഫക്റ്റീവായിട്ട് വരും. ഈ പറയുന്നതിൻ്റെ അകത്ത് നമുക്ക് നോക്കുകയാണെങ്കിൽ ഈ രണ്ട് ഇക്വേഷൻ നോക്കി, ഒരു ലൈൻ, അവർ വൺ ലൈൻ ഈസ് ദിസ് വൺ, ഇറ്റ് ഈസ് x is equal to 0 and other line is this, it is x plus y is equal to 0. So center lies on angle bisectors of this line and that. ഇങ്ങനെ കിടക്കുന്നിടത്താണ് ഇതിൻ്റെ സെൻറ്റർ കിടക്കുന്നത്. ഇത് എങ്ങനെ ഫൈൻഡ് ചെയ്യാം എന്ന് ചോദിച്ചാൽ ഈ ഇക്വേഷൻ നമ്മുടെ സ്ട്രെയിറ്റ് ലൈൻ്റെ ഇക്വേഷനാണ് അവിടെ യൂസ് ചെയ്യേണ്ടത്. സോ വി ക്യാൻ സി ദ ലോക്കസ് ഓഫ് സെൻറ്റേഴ്സ് ഇസ് എന്താ കിട്ടുക, എക്സ് പ്ലസ് വൈ പ്ലസ് 0 ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് 1 പ്ലസ് 1 ഈസ് ഈക്വൽ ടു, അതിന് വേണേൽ മോഡൽസ് കൊടുത്താൽ മതി. അപ്പം പിന്നെ ആതങ്ങ് മാറിക്കൊള്ളും, പ്ലസ് ഓർ മൈനസ് കൊടുക്കണ്ട. മോഡ് രണ്ടാമത്തെ എക്സ്, ഈ ഇക്വേഷൻ എക്സ് പ്ലസ് 0 വൈ പ്ലസ് 0 ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് 1 പ്ലസ് 0, ഇത് രണ്ടുമാണ് കിട്ടുന്നത്. ഈ ഇക്വേഷനെ നിങ്ങൾ എക്സ്പാൻഡ് ചെയ്താൽ കിട്ടുന്നത് എക്സ് പ്ലസ് വൈ ഡിവൈഡ് ബൈ റൂട്ട് 2 മോഡുലസ് ഈസ് ഈക്വൽ ടു ഇവിടെ മോഡ് എക്സ് എന്നാണ്. സോ ജസ്റ്റ് യു മേക്ക് ദ സ്ക്വയർ, ഇതിനെ സ്ക്വയർ ചെയ്ത് നോക്കി, ദാറ്റ്സ് ഈക്വൽ ടു എക്സ് പ്ലസ് വൈ ദ ഹോൾ സ്ക്വയർ ഡിവൈഡ് ബൈ 2 ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്നാണ്. ഇത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് 2xy ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്നാണ്. സോ വി ക്യാൻ സീ ദിസ്, ഒരു എക്സ് സ്ക്വയർ ഇങ്ങനെ ക്യാൻസൽ ചെയ്ത് പോവും. സോ 2xy ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ എന്നുള്ളതാണ് ലോക്കസ്. സോ ദിസ് ഈസ് ദ ലോക്കസ് ഓഫ് ദി ഇക്വേഷൻ വിച്ച് ഇസ് ഗിവൺ ഇൻ അവർ fourth option is answer of this question. ഇതിൽ തൊട്ടുമുമ്പ് പറഞ്ഞൊരു ക്വസ്റ്റിൻ്റെ ഡൗട്ട് എടുത്ത് ചോദിച്ചിട്ടുണ്ട്. ഇത് നോക്കി, ഈ ഫിഗറിൽ question number this one. So the question is this, നിങ്ങൾ ഡൗട്ടായിട്ട് എഴുതി ചോദിച്ചിരിക്കുകയാണ് കമൻറ്റ് ബോക്സിൽ. സൈൻ 60 ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടനസ് ആണ്, ഇവിടെയാണ് 90 ഡിഗ്രി വരിക.
സോ സൈൻ 60 ഈസ് ഇതുകൊണ്ട് ഈ r/2 നല്ല എടുക്കേണ്ടത് ടാൻ ആയിട്ട് എടുക്കുമ്പോഴാണ് ടാൻ 60 ആണെങ്കിലാണ് r/2 എടുക്കേണ്ടത്. സൈൻ 60 എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടനസ് ആണെന്നേക്ക് ഞാൻ റൈറ്റ് ട്രയാങ്കിൾ ഒന്നും കൂടി വരച്ച് കാണിക്കാം. ഇതുകൊണ്ട് ഇങ്ങനെയാണ്, ഇത് ഡി ആണ്, ഇതാണ് 90, ഇവിടെ 60 ഡിഗ്രി വരും, ഇതാണ് r. ഇതല്ല എടുക്കുന്നത്. സോ സൈൻ 60 ഈസ് ഈക്വൽ ടു d/r എന്നാണ് കേട്ടോ. അപ്പോൾ ബാക്കിയെല്ലാം ശരിയാണ്, ഈ ഉത്തരം കറക്റ്റാണ്, 12/5 തന്നെയാണ്. ഓക്കെ, now there is another problem. JEE Main 2021 ഇവിടെ in the given circle given below OA നമ്മുടെ ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള നീളം 1 യൂണിറ്റ് ആണ്. O to B 13 ആണ്. PQ ഇങ്ങനെ OBക്ക് പെർപെൻഡിക്കുലറുമാണ്. then what is the area of triangle PBQ? then ഇതാ ഇവിടെ നിങ്ങൾ ഓർക്കേണ്ടത് നമ്മുടെ ചോദ്യം ഏരിയ ഓഫ് ട്രയാങ്കിൾ PBQ ആണ്. അത് ആക്ച്വലി 1/2 ഇൻറ്റു AB ഇൻറ്റു PQ എന്ന് എടുത്താൽ മതി. ഇതാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ AB എന്ന് പറയുന്നത് നിങ്ങൾ കണ്ടു നോക്കി, നമ്മളോട് പറഞ്ഞേക്കുന്നത് OB എന്ന് പറയുന്നത് 13 ആണ്, OA നമുക്ക് 1 ആണ്. സോ വാട്ട് ഇസ് AB? AB എന്ന് പറയുന്നത് 13 - 1 12 ആണ്. ഈ നീളം 12 യൂണിറ്റാണ്, ഇത് 1 ആണ്. ഇനി നിങ്ങൾക്ക് PQ കണ്ടുവച്ചാൽ മതി. ഇവിടെ ഓർക്കേണ്ട ഒരു പ്രത്യേകത, ഈ പറഞ്ഞ ഫിഗറിൻ്റെ അകത്ത് നോക്കി, ഈ പറയുന്ന OB PQന് പെർപെൻഡിക്കുലറാണ്. അപ്പോൾ ഇത് ബൈസെക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ പറഞ്ഞേക്കുന്ന ഈ ഫിഗർ അനുസരിച്ച് നമുക്കവിടെ വച്ചിരിക്കുന്നത് കൊണ്ടാണ് അങ്ങനെ ഉണ്ടോ. സോ വി ക്യാൻ സി ഈസിലി ദിസ് വൺ എടുക്കാൻ പറ്റുന്നത് then ഇങ്ങനെയാണ്. ഈ ഫിഗറിൻ്റെ അകത്തുകൊണ്ട് ടച്ച് ചെയ്യുകയും എക്സൈസ് പെർപെൻഡിക്കുലർ ആയതുകൊണ്ടാണ് ഇത് ഡയമീറ്റർ ആകുന്നുണ്ട്. ഇതിനെ ടച്ച് ചെയ്യുകയും ചെയ്തുകൊണ്ട് ഇങ്ങനെ പോകുന്ന ഡയമീറ്റർ തന്നെയാണ്, അതുകൊണ്ട് ഇതിനെ ബൈസെക്റ്റ് ചെയ്യും. അപ്പോൾ നമ്മുടെ PQ എന്ന് പറയുന്നത് ശ്രദ്ധിച്ചോണേ, PQ എന്ന് ഞാൻ പറയുന്നത് PAയും PBയും കൂടി അല്ല ABയും AQയും കൂടി കൂടുന്നതിന് തുല്യമാണ്. അപ്പോൾ ഇതിൻ്റെ ട്വൈസാണ്. ഞാൻ PQവിനെ നമുക്ക് ഈ നീളം ഒരു A എന്ന് കൊടുത്താൽ ഇതും A ആയിരിക്കും. അപ്പോൾ എനിക്കൊരു സർക്കിൾ ഇങ്ങനെ വരച്ച് കഴിയുമ്പം ഇത് രണ്ടും A ആണ്, ഇങ്ങനെയാണ് വരും. ഇത് Aയും ഇത് Aയുമാണ്, ഇത് 1ഉം 12ഉമാണ്. ഇടയ്ക്ക് നമ്മുടെ ഒരു ഇക്വേഷൻ പറഞ്ഞായിരുന്നല്ലോ, എന്താ, എല്ലാ സർക്കിളിനെയും ഇങ്ങനെ ഇൻ്റർസെക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ P എന്നുള്ള പോയിൻ്റ് കണ്ടോ, ഇവിടെ ABയും ഇവിടെ CD ആണെങ്കിൽ PA ഇൻറ്റു PB എന്ന് പറയുന്നത് PC ഇൻറ്റു PDക്ക് തുല്യമാണ്. അപ്പോൾ നോക്ക്, ഇവിടെ ഈ പോയിൻ്റ് ഇങ്ങോട്ടുള്ള ദൂരവും ഇത് ദൂരം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ A ഇൻറ്റു A ആണ്. ഈ സീൽ 1 × 12 എന്നാണ്. നോക്കി, ഇതും A ആണ്, താഴത്തെ A ആണ്. 90 ഡിഗ്രിയിൽ ഇത് ഡിവൈഡ് ചെയ്ത് കോഡായതുകൊണ്ടാണ് ഇത് രണ്ട് ഈക്വലായിട്ട് മാറുന്നത്. അപ്പോൾ ഇത് A ആണെങ്കിൽ താഴെയും A വരും. സോ A ഇൻറ്റു A എന്ന് പറയുന്നത് 1 × 12 ഈക്വലാണ്. സോ വി ക്യാൻ സി A² = 12 എന്ന് വരും. ദെൻ A = √12. √12 എത്രയാണ്? 2√3 ആണ്. അപ്പോൾ ഈ ഇത്രയും നീളം 2√3. അപ്പോൾ മൊത്തം നീളത്തിൽ ഇടും. വാട്ട് ഇസ് PQ? So PQ = 4√3. So you can see then triangle area of triangle PQB എന്ന് പറയുന്നതിൻ്റെ ഏരിയ ചോദിച്ചാൽ നേരത്തെ കണ്ടതാണ് 1/2 ഇൻറ്റു PQ ഇൻറ്റു AB എന്നാണ്. സോ 1/2 ഇൻറ്റു PQ നമുക്ക് 4√3 ആണ്, ഇൻറ്റു AB 12 ആണ്. സോ എനിക്ക് എത്രയാണ് കിട്ടുന്നത്? ഈ 2ഉം 4ഉം കൂടി കട്ട് ചെയ്ത് പോവും. സോ ഇറ്റ് ഈസ് ഈക്വൽ ടു 24√3 എന്ന് കിട്ടും. ഇതാണ്, ഇറ്റ് ഈസ് 24√3. മനസ്സിലായോ? അപ്പോൾ ഇതും നമ്മളെ സംബന്ധിച്ച് JEE Main ചോദിച്ച ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. സോ ദ ആൻസർ ഇസ് സെക്കൻഡ് ഓപ്ഷൻ, ഇതാണ് 24√3 എന്നാണ് വരിക. 2021 ചോദ്യമായിരുന്നു. Now question number 13. Let the tangents drawn from the origin to the circle x² plus y² minus 8x minus 4y plus 13 = 0 touch the point A and B. Then what is AB² എന്നാ?
tangent drawn from the origin to the circle x square plus y square minus 8x minus 4y plus 16 equals 0 touch it at the point A and B, then what is AB? ഇതാ ഇവിടെ നമ്മൾ ഇങ്ങനെ ഒരു സർക്കിൾ വരച്ചു കഴിഞ്ഞാൽ ഇവിടെ ഒറിജിനിൽ നിന്ന് വരയ്ക്കുന്ന ടാൻജൻറ്റ് എയിലും ബിയിലും മീറ്റ് ചെയ്യുന്നു, ഒ എ ബി കണ്ടോ? ഇതാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എന്താണ് നമ്മുടെ ഈ എ ബി സ്ക്വയർ വരേണ്ടത്? ഇതിൻ്റെ സ്ക്വയർ എത്രയാണെന്നാണ് എടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഞാൻ ഇടയ്ക്ക് പറഞ്ഞിരുന്നു ഈ ഒ എ എന്നുള്ള ലെങ്ത് ഓഫ് ടാൻജൻറ്റ് ഈസ് റൂട്ട് ഓഫ് x1 സ്ക്വയർ പ്ലസ് y1 സ്ക്വയർ പ്ലസ് 2gx1 പ്ലസ് 2fy1 പ്ലസ് c എന്നാണ്. ഇത് ടാൻജൻ്റ് ലെങ്ത് ഔട്ടർ സിലബസ് എന്ന് പറഞ്ഞിരിക്കരുത്, മറ്റ് പല രീതിയിൽ കണ്ടുപിടിക്കാൻ പറ്റും. ഈ റേഡിയസും ഈ ഡിസ്റ്റൻസും എടുത്തു കഴിഞ്ഞാൽ ഈ നീളം എടുക്കാൻ പറ്റും. അപ്പോൾ ടാൻജൻ്റ് അല്ലാതാണ് എടുക്കുക, പക്ഷേ ഇറ്റ് ഈസ് ബെസ്റ്റ് വി ക്യാൻ യൂസ് ഡയറക്റ്റ് ഫോർമുലേ. ഇതിൽ നമ്മളെ സംബന്ധിച്ചുള്ള ഇക്വേഷൻ ഇതാണ് x1 സ്ക്വയർ. ഇപ്പോൾ ഈ ഇക്വേഷൻ നമ്മൾ എഴുതാണ് എത്ര കിട്ടുമെന്ന് നോക്കിയത്, ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 0 സ്ക്വയർ പ്ലസ് 0 സ്ക്വയർ മൈനസ് 8 ഇൻറ്റു 0 മൈനസ് 4 ഇൻറ്റു 0 പ്ലസ് 16 എന്നാണ്. സോ റൂട്ട് 16 മാത്രം കിട്ടും, അത് 4 ആണ്. അപ്പോൾ ഈ നീളം 4 യൂണിറ്റാണ്. ഈ പോയിൻ്റ് 0,0 ആണ്. ഇതിൻ്റെ സെൻറ്റർ ഏതാണ്ട് ഇവിടെ വരുന്നുണ്ട്. ആ സെൻറ്റർ നമുക്ക് എടുത്തു കഴിഞ്ഞാൽ അത് നമുക്ക് 4,2 ആണ്. സെൻറ്റർ 4,2 ആണ്. ദെൻ വാട്ട് അബൌട്ട് ദിസ് റേഡിയസ്? റേഡിയസ് ഈ ഫിഗറിൽ നിന്ന് എടുക്കാം. സോ റേഡിയസ് ഓഫ് ദ സർക്കിൾ റൂട്ട് ഓഫ് 16 പ്ലസ് 4 മൈനസ് ഈ 16 ആണ്. നോക്കി ഇവിടെ പ്ലസ് 16 ആണ്. ഇത് സെൻറ്റർ 4ഉം 2ഉമാണ്. സോ റേഡിയസിൻ്റെ ഇക്വേഷൻ 16 പ്ലസ് 4 മൈനസ് 16 എടുത്തു കഴിഞ്ഞാൽ യു ഗോട്ട് 2. അപ്പോൾ ഇത് രണ്ടാണ് നമുക്ക് വേണ്ടത്. ഈ എ ബി സ്ക്വയർ ആണ്. അപ്പോൾ ഇത് ഇങ്ങനെ ഒരു ലൈൻ വരയ്ക്കുക നിങ്ങൾ. അപ്പോൾ ഇത് എക്സ് ആണെങ്കിൽ ഇത് എക്സ് തന്നെയായിരിക്കും. അതാണ് എൻ്റെ പ്രത്യേകത. നമുക്ക് ഈ ഫിഗർ വെച്ച് മാത്രം നിങ്ങൾ ചെയ്ത് വെച്ചാൽ മതി. കണ്ടോണം, നമുക്കറിയാവുന്ന കാര്യം ഒ സിയുടെ നീളമാണ്. എന്താ ഒ സി? റൂട്ട് ഓഫ് 0 0യും ഇതും കൂടെ എടുത്താൽ 4 മൈനസ് 0 ദ ഹോൾ സ്ക്വയർ പ്ലസ് 2 മൈനസ് 0 ദ ഹോൾ സ്ക്വയർ ആണ്. ദാറ്റ്സ് റൂട്ട് ഓഫ് 16 പ്ലസ് 4 റൂട്ട് 20 ആണ്. റൂട്ട് 20 നമുക്ക് 2 റൂട്ട് 5 ആണ്. ഇവിടെയാണ്. ഇപ്പോൾ നമ്മളിങ്ങനെ ഒരു ട്രയാങ്കിൾ കാണുന്നുണ്ട്. ഇത് 2 ആണ്, ഇത് 4 ആണ്, ഇത് 2 റൂട്ട് 5 ആണ്. കണ്ടോ? ഈ ഫിഗറിൻ്റെ അകത്ത് നമുക്ക് ഈ എക്സ് കണ്ടുപിടിക്കണം. ഇപ്പോൾ ഈ എക്സ് കിട്ടിക്കഴിഞ്ഞാൽ എ ബി എന്ന് പറയുന്നതിൻ്റെ 2x ആണ്. അപ്പോൾ എ ബിയുടെ സ്ക്വയർ അതിൻ്റെ സ്ക്വയർ എടുത്താൽ മതി. അതവിടെ നിൽക്കട്ടെ. നമുക്ക് എക്സ് എങ്ങനെ കണ്ടുപിടിക്കുക? ഈ ഒരു റൈറ്റ് ട്രയാങ്കിളിൻ്റെ അകത്ത് നോക്കി 2 ഇതിൽ ഏരിയ കാണാം. സോ ഏരിയ എന്ന് പറയുന്നത് 1/2 ഇൻറ്റു 4 ഇൻറ്റു 2 ആണ്. അതുപോലെ താഴെയും ഏരിയ നമുക്ക് 1/2 ഇൻറ്റു 2 റൂട്ട് 5 ഇൻറ്റു എക്സുമാണ്. ഇവിടെ രണ്ടും കട്ടായി പോവും, ഇത് രണ്ടും വെട്ടിപ്പോവും. സോ വി ക്യാൻ സി 4 എന്ന് പറയുന്നത് റൂട്ട് 5 ഇൻറ്റു എക്സ് ആണ്. കണ്ടോ? അതായത് 1/2 ഇൻറ്റു 2 റൂട്ട് 5 ഇൻറ്റു എക്സ് എന്ന് പറയുന്നതാണ് 1/2 ഇൻറ്റു 4 ഇൻറ്റു 2 ആയിട്ട് വരിക. സോ യു ക്യാൻ സി ദിസ് വിൽ ബി 4 ആസ് റൂട്ട് 5x. ഇതിൽ നിന്ന് നമുക്ക് എക്സ് ഫൈൻഡ് ചെയ്യാം. വാട്ട് ഇസ് എക്സ്? എക്സ് ഇസ് ഈക്വൽ ടു 4/√5. സോ നമ്മുടെ എ ബി എന്ന് പറയുന്നത് 2x ആണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. അത് 8/√5 ആണ്. നമുക്ക് വേണ്ടത് എ ബിയുടെ സ്ക്വയറാണ്. എ ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു 2xൻ്റെ സ്ക്വയറാണ്. അത് 64/5 ആണ്. നിങ്ങൾ ഓപ്ഷനിൽ നോക്കുകയാണെങ്കിൽ അത് കിടപ്പുണ്ട്. അപ്പം ഇവിടെ ഈ ടാൻജൻ എന്നുള്ള വേർഡ് കളഞ്ഞൊരു ഫിഗർ തന്നാൽ മതി. ഇൻ ദ ഫിഗർ കണ്ടോ? വാട്ട് അബൌട്ട് ദാറ്റ് എ ബി സ്ക്വയർ ഇഫ് ഒ ഇസ് ഒറിജിൻ ആൻഡ് ഫോർ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ ആ ചെയ്യേണ്ടി വരുന്നതിൻ്റെ അകത്ത് ഈ പറയുന്ന ഇക്വേഷൻ ലെങ്ത് ഓഫ് ടാൻജൻ്റ് ആണെന്ന് പറഞ്ഞ് പഠിക്കാതിരുന്ന് കളയരുത്. ഇത് നമുക്ക് ഉപയോഗിച്ചെടുക്കാം. ഈ ലെങ്ത് ഓഫ് ടാൻജൻ്റ് ഡയറക്റ്റായിട്ട് റൈറ്റ് ട്രയാങ്കിൾ വെച്ച് ഓയെ കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ്. അപ്പം മെത്തേഡുകൾ പറയുന്നത് മറ്റു രീതിയിൽ ചെയ്യാവുന്ന ചോദ്യങ്ങൾ അവരിട്ട് തരും. നമുക്ക് ചോദ്യം ചെയ്യാൻ പറ്റാണ്ട് വരും. കാരണം വെച്ചാൽ ഓബ്ജക്റ്റീവ് മോഡൽ ചോദ്യങ്ങളെ അറ്റംപ്റ്റ് ചെയ്യുമ്പം ഫൈനലി ഓപ്ഷൻസ് എ ബി സി എന്നൊക്കെയാണ് എഴുതേണ്ടത്. അല്ലാതെ മെത്തേഡ് ഒന്നും ഡിസ്ക്രിപ്റ്റീവായിട്ട് എഴുതേണ്ടി വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ചില മെത്തേഡ്, അതായത് ലെങ്ത് ഓഫ് ടാൻജൻറ്റും ഇക്വേഷൻ ഓഫ് ടാൻജൻറ്റും ഒക്കെ പഠിച്ചു വെച്ചാൽ നമുക്ക് എളുപ്പം അതിലോട്ട് ആ ഓപ്ഷനിലോട്ട് എത്താൻ പറ്റും.
അപ്പോൾ കുറേയും കൂടി എളുപ്പമായി മാറും എന്നതാണ് ഔട്ട് ഓഫ് സിലബസിൽ വരുന്ന ചോദ്യങ്ങൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത്. അതുകൊണ്ടാണ് എൽ ഹോസ്പിറ്റൽ റൂളൊക്കെ ഉപയോഗിച്ച് നമ്മൾ ലിമിറ്റ് കാണുന്നത്. അപ്പോൾ അത് ഇച്ചിരി എളുപ്പമാക്കി എടുക്കുകയുള്ളൂ, അല്ലാതെ സിലബസിലുണ്ടായതുകൊണ്ടല്ല. അപ്പം ഏതെങ്കിലുമൊക്കെ സിലബസിലില്ല എന്ന് വരുമ്പം അവർ അതിനെ രീതിയിലുള്ള ചോദ്യങ്ങൾ ചോദിക്കും. പക്ഷേ നമ്മളിതൊക്കെ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതനുസരിച്ച് ചെയ്യാൻ പറ്റുന്നതാണ്. Next question, the diameter of the circle whose center lies on the line x plus y equal to 2 in the first quadrant and which touches the line x is equal 3 and x is equal 2 is. ഇപ്പോൾ ചോദ്യം ഡയമീറ്റർ ആണ് കേട്ടോ. ഇത് അല്പം ഡിഫിക്കൽറ്റി ആയേക്കാവുന്നൊരു ചോദ്യമാണ്. അപ്പോൾ ഇത് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് കണ്ടോ, എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ 2 എന്ന് പറയുന്ന ഇക്വേഷനിലാണ് ഡയമീറ്റർ അല്ല സെൻറ്റർ കിടക്കുന്നതെന്ന് പറഞ്ഞാൽ എക്സിന് ആൽഫ എന്ന് കൊടുത്താൽ വൈ എന്തായിട്ട് മാറും, വൈ ഇസ് ഈക്വൽ ടു 2 മൈനസ് ആൽഫ എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ സെൻറ്റർ ഇനി നമുക്ക് ആൽഫ 2 മൈനസ് ആൽഫ എന്ന് കൊടുക്കാൻ പറ്റും. ഇതാണ് എൻ്റെ അടുത്തൊരു വലിയൊരു കാര്യം. എന്നിട്ട് പറയുകയാണ് ഈ സർക്കിൾ എക്സ് ഇസ് ഈക്വൽ 3 എന്നുള്ള വെർട്ടിക്കൽ എന്നെ ടച്ച് ചെയ്യുന്നുണ്ട്, വൈ ഇസ് ഈക്വൽ 2 ടച്ച് ചെയ്യുന്നുണ്ട് എങ്കിൽ ഇതിൻ്റെ ഡയമീറ്റർ എത്രയായിരിക്കും? ഫസ്റ്റ് ക്വാഡ്രൻറ്റിലാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു ഫിഗർ വരച്ച് നോക്കിയാൽ ഇത് എക്സ് വൈ ആക്സിസ് എടുത്തിട്ട് ഇതുണ്ടോ, ഇതിൽ വൈ ഇസ് ഈക്വൽ 2 എന്ന് പറയുന്ന ഈ ലൈൻ കണ്ടോ, അതേപോലെ ഇച്ചിരി വലുതായിട്ട് വരച്ചേക്കാം കേട്ടോ. അതുപോലെ എക്സ് ഇസ് ഈക്വൽ 3 എന്നുള്ള ഈ ലൈൻ ഇതിനെ രണ്ടിനും ടച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ടച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ കണ്ടോ, ഇത് ഇങ്ങനെ പോകുന്നൊരു സർക്കിളാണ്. ബാക്കി ഇതിലൊക്കെയെങ്കിലും പോയിക്കോട്ടെ, ഇത് ഞാൻ മൈൻഡ് ചെയ്തിട്ടില്ല എങ്ങനെയാണ് പോയതെന്ന്. ബട്ട് ഇറ്റ് ഈസ് ടച്ചിങ് സർക്കിൾ, രണ്ടിനും ടച്ച് ചെയ്തിട്ടുണ്ട്. സെൻറ്റർ എന്ന് പറയുന്നത് എൻ്റെ ഇവിടെ കിടപ്പുണ്ട്, അതാണ് ആൽഫ ആൽഫ മൈനസ് 2. അങ്ങനെയാണെങ്കിൽ ഈ വെർട്ടിക്കൽ ലൈൻ ഉണ്ടല്ലോ ഇങ്ങനെ വരച്ചാൽ അത് എക്സ് ഇസ് ഈക്വൽ ആൽഫ ആയിരിക്കും. ഈ ഹൊറിസോണ്ടൽ ലൈനോ അത് നമുക്ക് വൈ ഇസ് ഈക്വൽ ടു ആൽഫ മൈനസ് 2 മൈനസ് ആൽഫ ആയിരിക്കും. ഇത് ആൽഫ മൈനസ് 2 അല്ല, 2 മൈനസ് ആൽഫയാണ്. ഈ പറയുന്നത് അതിൻ്റെ റേഡിയസാണ്, ഇതും റേഡിയസാണ്. കാരണം സെൻട്രൽ നിന്ന് ടച്ചിങ് ലൈനിലോട്ട് വരയ്ക്കുന്നതാണ് റേഡിയസ് ആയിട്ട് വരും. ഈ ഒരു രണ്ട് ഐഡിയയിൽ കൂടെ നമുക്ക് ആൻസറിൽ എടുക്കാൻ പറ്റും. നോക്കി, ഇവിടുത്തേത് വൈ ഇസ് ഈക്വൽ 2 ആയതുകൊണ്ട് നമുക്ക് ഈ കോർഡിനേറ്ററിനെ നമുക്ക് ആൽഫ 2 എന്ന് കൊടുക്കാം. ഉണ്ടോ, വെർട്ടിക്കൽ ലൈൻ ആൽഫയാണ്, ഇത് 2 ആണ്. അതേപോലെ ഈ പോയിൻ്റ് ഉണ്ടോ, ഇത് 2 മൈനസ് ആൽഫയാണ് അപ്പുറത്ത് വരുന്നതെങ്കിൽ വൈ കോർഡിനേറ്റ് 2 മൈനസ് ആൽഫ ആണെങ്കിൽ 2 മൈനസ് ആൽഫ ആണെങ്കിൽ എക്സ് കോർഡിനേറ്റ് എന്ന് പറയുന്നത് 3 ആയിരിക്കും. ഉണ്ടോ, 3 ദിസ് എന്ന് വരും. ഈ ഫിഗർ നിങ്ങൾ നോക്കിക്കോണം. ഇതിൻ്റെ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഇവിടെ എക്സ് ഇസ് ഈക്വൽ ആൽഫയും ഇവിടെ എക്സ് ഇസ് ഈക്വൽ ടു 3യുമാണ്. അപ്പോൾ ഈ ഡിഫറൻസ് എത്രയാണ്? 3 മൈനസ് ആൽഫയാണ്. ഇത് നമുക്ക് റേഡിയസാണ്, റേഡിയസ് ഓഫ് ദാറ്റ് ഇക്വേഷനാണ് 3 മൈനസ് ആൽഫ. മോഡൽസ് കൊടുക്കേണ്ട കാര്യമില്ല കേട്ടോ. അതേപോലെ ഇവിടെയും ഉണ്ട് റേഡിയസ്. ഈ തമ്മിലുള്ള ഡിഫറൻസും റേഡിയസ് അതെങ്ങനെയാണ് കിട്ടുന്നത്? വൈയുടെ ഇത് 2 ആണ്, ഇത് നമ്മുടെ 2 മൈനസ് ആൽഫയാണ്. അപ്പോൾ നമുക്ക് 2 മൈനസ് 2 ആൽഫ എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ഇതും റേഡിയസാണ്. സോ ഇക്വേറ്റിംഗ് ദിസ് 2 ഉണ്ട്, ഈ രണ്ട് റേഡിയസും കൂടി ഇക്വേറ്റ് ചെയ്താൽ എന്താ കിട്ടുന്നത്? 2 മൈനസ് 2 പ്ലസ് ആൽഫ എന്ന് പറയുന്നത് അവിടെ 3 മൈനസ് ആൽഫ ആയിട്ട് നിൽക്കും. സോ നോക്കി, ഈ രണ്ടും കൂടി പോയാൽ ആൽഫ ഇസ് ഈക്വൽ ടു 3 മൈനസ് ആൽഫ എന്നാണ്. സോ 2 ആൽഫ എന്ന് പറഞ്ഞാൽ 3 ആണ്. നോക്കി, ഇവിടെ ആൽഫ എന്ന് പറയുന്നത് ഈ കിടക്കുന്ന ഡിസ്റ്റൻസ് ഉണ്ട്, ഇതാണ് റേഡിയസ്. ഇവിടെ ആൽഫ നമുക്ക് 6 ആയിരുന്നു. അപ്പം 6 ആൽഫ ആണെങ്കിൽ ഡയമീറ്റർ 2 ആൽഫയാണ്, 3 ആണ്. സോ ദി ആൻസർ ഇസ് 3 എന്നാണ് കിട്ടുന്നത്. ഇതും JEE Main ചോദിച്ചൊരു ചോദ്യമാണ്. പക്ഷേ ഫിഗർ വെച്ചിട്ടാണ് നിങ്ങൾ ഇത് കണ്ടുപിടിക്കേണ്ടത് എന്നർത്ഥം. ഇങ്ങനെയാണ് എൻ്റെ വഴി. നൗ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 2021 ചോദ്യമാണ്. The minimum distance between any 2 points P1 and P2 while considering the point P1 on the first circle and P2 on the second circle.
ഇവ തമ്മിലുള്ള മിനിമം ഡിസ്റ്റൻസ് ആണ് ചോദ്യം. അപ്പോൾ ഒന്നാമത്തെ സർക്കിൾ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ സെൻറ്റർ C1 എന്ന് പറയുന്നത് 5,5 ആണ്. റേഡിയസ് R1 എന്ന് പറഞ്ഞാൽ √25 + 25 - 41 ആണ്. 3 എന്ന് കിട്ടും ഉണ്ടോ. 50 - 41 9 ആണ്. അതിൻ്റെ √3 ആണ്. രണ്ടാമത്തത് C2 വാട്ട്സ് സെൻറ്റർ 12,5 ആണ്. R2 എടുക്കുമ്പോൾ √144 + 25 - 160 അത് നമുക്ക് 3 എന്നാണ്. അപ്പോൾ ഇതിൻ്റെ സെൻറ്ററുകൾ തമ്മിലാണ് വാട്ട് ഇസ് C1 C2. C1 C2 നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കിട്ടുന്നത് എനിക്ക് 12 - 5 ദ ഹോൾ സ്ക്വയർ + 0² ആണ്. റൂട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്കത് 7 കിട്ടുകയും ചെയ്യും. അപ്പോൾ സെൻറ്ററുകൾ തമ്മിൽ 7 യൂണിറ്റും ഇത് രണ്ടിൻ്റെയും y കോർഡിനേറ്റ് സെയിം ആയിട്ട് നടക്കുന്ന ഇങ്ങനെ ഒരു സർക്കിളിലാണ് വരിക. അപ്പോൾ ഇവിടെയുമായിട്ട് 7 യൂണിറ്റ് മാറ്റം വരും. ഇവിടെ ഒരു സർക്കിൾ തന്നെ ഇങ്ങനെ ഉണ്ട് 3 യൂണിറ്റ്. ഇവിടെയും ഒരു സർക്കിള് 3 യൂണിറ്റിൻ്റെയാണ് ഇതാണ് വരുന്നത് കണ്ടോ. അപ്പോൾ ഈ സെൻറ്ററിനെ നിങ്ങൾക്ക് 5,5 എന്ന് വിളിക്കാം. ഇത് നമുക്ക് 12,5 എന്ന് വിളിക്കാം. ഇതാണ് സെൻറ്റർ. ഇത് 3 യൂണിറ്റാണ്, ഇത് 3 യൂണിറ്റാണ്, ഇത് 1 യൂണിറ്റാണ്. ഇവിടെയും 3 യൂണിറ്റ് വരും, ഇവിടെയും 3 യൂണിറ്റ് വരും. നമ്മുടെ ഇനി ചോദ്യം ശ്രദ്ധിച്ചോണം, വായിച്ചു നോക്കി. ഇത് അതിൻ്റെ ആ ജോമെട്രിക്കൽ ഒബ്സർവേഷനാണ് ഈ പോയിന്റിലുള്ളത്. ദ മിനിമം ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എനി 2 പോയിൻറ്റ്സ് P1 ആൻഡ് P2. ഈ സർക്കിളിൽ P1 എടുക്കുന്നു, ആ സർക്കിളിൽ P2 എടുക്കുന്നു. അതിൽ നമ്മൾ ഏറ്റവും മിനിമം ഡിസ്റ്റൻസ് നോക്കിയാൽ നിങ്ങൾ നോക്കിയേ, ഈ ചെറിയ P1 തണ്ട് ഇവിടെ വരണം, P2 തണ്ട് അവിടെയും വരണം. ഇത് P1 ഇവിടെ P2 ആകുമ്പോഴാണ് മിനിമം. ബാക്കിയുള്ള എല്ലാ പോയിന്റുകളും നിങ്ങൾ ഏതെടുത്താലും ശരി അതിനേക്കാൾ കൂടി പോകും. മാക്സിമം ആണെങ്കിൽ അങ്ങേറ്റത്തിനും ഇങ്ങേറ്റത്തും ആയിരിക്കണമായിരുന്നു. മിനിമം 1 ആണ്. സോ ദ ആൻസർ ഇസ് 1 എന്ന് കിട്ടും. JEE Main 2021 ന്യൂമറിക്കൽ ടൈപ്പ് ചോദ്യമായിരുന്നു. Now, one of the diameter of the circle x square plus y square minus 2x minus 6y equals 0 is a chord of another circle C എന്നാണ്. ഒന്നാമത്തെ സെൻറ്റർ, ഇതിൻ്റെ സെൻറ്റർ നിങ്ങൾക്ക് അറിയാൻ പറ്റും 1,3 ആണ്. അതുപോലെ റേഡിയസ് എടുത്തു കഴിഞ്ഞാൽ √1 + 9 - 6 ആണ്. ദാറ്റ്സ് 2 കിട്ടും. 10ൻ്റെ -4ൻ്റെ √2 ആണ്. അപ്പോൾ ഇതിൻ്റെ ഡയമീറ്റർ, ഇപ്പോൾ ഈ കിടക്കുന്നതിൻ്റെ ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ ഇതുപോലെ ഒരു ചോദ്യം ചെയ്തതാണ്. ഈ ഡയമീറ്റർ വരുമ്പോൾ റേഡിയസ് 2 ആണ്, ഇത് 2 യൂണിറ്റ് ആണ്. ഈ പോയിൻറ്റ് 1,3 ആണ്. ഇത് അനദർ സർക്കിളിൻ്റെ സെൻറ്റർ 2 അനദർ സർക്കിളിൻ്റെ കോഡ് എന്നാണ് പറയുന്നത്. സെയിം ചോദ്യം നമ്മൾ നേരത്തെ ചെയ്തതാണ്. എന്ന് പറയുന്നത് ഇങ്ങനെ വരും കണ്ടോ. അപ്പോൾ ഇതിൻ്റെ സെൻറ്റർ നമുക്ക് 2,1 ആണ് എങ്കിൽ വാട്ട്സ് ഡയമീറ്റർ ഇതിൻ്റെ റേഡിയസാണ്. ഓക്കെ, ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. ഇതിനെ 6 കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങൾ ഈ ഡിസ്റ്റൻസ് D എടുക്കുക, നേരത്തെ എടുത്ത പോലെ. വാട്ട് ഇസ് D? D ഈസ് ഈക്വൽ ടു 1 - 2 ദ ഹോൾ സ്ക്വയർ പ്ലസ് 2 - 1 ദ ഹോൾ സ്ക്വയർ ആണ്. അത് D സ്ക്വയർ ആയിട്ട് വരേണ്ടത്. സോ അപ്പോൾ കിട്ടുന്നത് 1 + 1 എന്നാണ്. ദാറ്റ്സ് 2 ആണ്. അപ്പോൾ D സ്ക്വയർ 2 ആണ്. സോറി, ഇവിടെ 1,3 ആയിരുന്നല്ലേ. അപ്പോൾ 2 സ്ക്വയർ എന്നാണ് വരുന്നത്. സോ ഇറ്റ് ഇസ് ഈക്വൽ ടു 5 എന്നാണ് കിട്ടുന്നത്. 5. സോ D സ്ക്വയർ എന്നുള്ളത് 5 ആണ്. നോക്കി ഇതിൻ്റെ സ്ക്വയറെ. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഈ ട്രയാങ്കിളിൻ്റെ അകത്ത് ഇത് 2ഉം ഇത് √5 ആണ്. ഇത് റേഡിയസ് എടുക്കണം. സോ ഹൗ ടു ഫൈൻഡ് ദ റേഡിയസ്? റേഡിയസ് എന്ന് പറഞ്ഞാൽ R² ഇസ് ഈക്വൽ ടു √5ൻ്റെ സ്ക്വയർ പ്ലസ് 2ൻ്റെ സ്ക്വയർ ആണ്. സോ 5 + 4 നമുക്ക് 9 എന്ന് കിട്ടും. R 3 ആണ്. സോ ഈ സോസ് ആൻ ഇൻഡിജർ. ഇങ്ങനെയാണ് ആ ചോദ്യം വരുന്നത്. സോ നമ്മൾ ഉദ്ദേശിച്ച ചോദ്യങ്ങളെല്ലാം തീർന്നിരിക്കുകയാണ്. സോ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം, ഇല്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ.